യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചു നിർത്തി. വേഴ്സ് 9. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ എന്ത് ചെയ്യണം? വർദ്ധിക്കണം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം വർദ്ധിച്ചു വരണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ഇവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം. ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് that you may approve the things that are excellent. എല്ലാം അപ്രൂവ് ചെയ്യത്തില്ല. പിന്നെ ആത്മീയമായിട്ടും നമ്മളെ ജീവിപ്പിക്കുന്ന, നമ്മളെ കർത്താവിനോട് അടുപ്പിക്കുന്ന ആത്മാവ് പറയും ഏത് അപ്രൂവ് ചെയ്യണം. അത് മാത്രമേ പിന്നെ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് അപ്രൂവ് ചെയ്യത്തുള്ളൂ. ആ ഒരു ലെവലിലാകണമെങ്കിൽ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ ആത്മീയമായിട്ട് വളരുവാൻ ആഗ്രഹമുള്ളവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കത്തുള്ളൂ. ലോകത്തിലെ വിഷയം ഹൃദയം മുഴുവൻ നിറഞ്ഞിരിക്കുന്നെങ്കിൽ എന്തോ അവരോട് പറയാനുള്ളത്? പരീക്ഷന്മാരോടൊക്കെ വിളിച്ച് എന്തോ വെള്ളം തേച്ച വെളിയിൽ വെള്ളയാണ്, ഭയങ്കര വിശുദ്ധിയുടെ വസ്ത്രമാണ്. വെള്ള ഡ്രസ്സെന്ന് മാത്രമല്ല അത് ഉദ്ദേശം, വിശുദ്ധിയുടെ വസ്ത്രമാണ്. പക്ഷേ ഉള്ളിലെന്തുവാ? ഈ ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളും ഇരിപ്പുണ്ട്. ലോകത്തിൻ്റെ നന്മ, ലോകത്തിൻ്റെ പുകഴ്ച, ലോകത്തിൻ്റെ മാനം, ഇവിടുത്തെ പണം, ഇവിടുത്തെ ആൾക്കാരെന്നെ റെസ്പെക്റ്റ് ചെയ്യണം, ഇവിടെ ഞാൻ ഉയരണം, ഇവിടുത്തെ സുഖജീവിതം, എൻ്റെ കാര്യം നടക്കണം, എൻ്റെ കാര്യം, എൻ്റെ കാര്യം, എൻ്റെ കാര്യം. ഇതാണ് കർത്താവിൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്ത എക്സ്റേ കണ്ണുകൾ കൂടെ ഈ കപടഭക്തിക്കാരെ, ഈ ഹിപ്പോക്രൈറ്റ്സിനെ ഒന്ന് കണ്ടപ്പോൾ കർത്താവ് ഉപയോഗിച്ച ഭാഷയാണ് വെള്ള തേച്ച ശവക്കല്ലറ. അറിയാമല്ലോ ശവക്കല്ലറ? നിങ്ങൾ പലപ്പോഴും അതിൻ്റെ കാര്യങ്ങൾ അറിയാത്ത എന്നാണെന്നറിയാം. നിങ്ങൾ ഈ സെല്ലുമുണ്ട്, നമുക്ക് കുഴിയുമുണ്ട് ഇല്ലേ, ബെറിയൽ ഗ്രൗണ്ടും ഉണ്ട്. 2 രീതിയിലുണ്ട്. എറണാകുളത്തൊക്കെ കൂടുതലും ഇങ്ങനെയുള്ള സെല്ലുകളുണ്ട്. ഞങ്ങളല്ലേ ഉപദേശിമാരാണ് അതിൻ്റെ തലേദിവസം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ എന്തെങ്കിലും ഒരു ക്ഷീണം വന്നാൽ, അല്ലെങ്കിൽ ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ ഒരു കുടുംബമുണ്ട് അതിൻ്റെ അടുത്ത് താമസിക്കുന്ന, അവിടെ ചെന്ന് നമ്മൾ അവരെ കൊണ്ട് ഈ സെല്ല് തുറപ്പിക്കും, അല്ലെങ്കിൽ ഈ കുഴി എടുപ്പിക്കും. ഈ കുഴിയിലൊക്കെ ഈ പല ലെയറിൽ, ഒരു കുടുംബക്കല്ലറയിലൊക്കെ 3-4 പേരെ ഒന്നിച്ചടക്കാവുന്ന രീതിയിൽ തട്ടിട്ട് അവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് കുടുംബക്കല്ലറയാണെങ്കിലും സെല്ലാണെങ്കിലും ഈ തലേദിവസം തുറക്കുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ശരിക്കുള്ള അവസ്ഥ. തുറക്കുമ്പോൾ എന്തുവാണ്? ശവക്കല്ലറയ്ക്കകത്ത് എന്തുവാണ്? ചീഞ്ഞളിഞ്ഞതും കുറേ നാൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിലൊക്കെ ഒരു ആശ്വാസം വരത്തുള്ളൂ. ഉടനെ വല്ല 45 ദിവസം എടുക്കും എന്നാണ് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി ആ സെല്ലിൽ വേറെ ആളെ അടക്കണമെങ്കിൽ 30 പോരാ. അപ്പോൾ ഒരു 45 ദിവസമൊക്കെ കഴിഞ്ഞതാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവിടെ എന്ത് മാത്രമേ കാണത്തുള്ളൂ? പുഴുക്കൾ, അല്ലെ ചീഞ്ഞത് ഡീക്കെ ആയിക്കൊണ്ടിരിക്കുന്നൊരു പ്രോസസ്സായിരിക്കും നമ്മളവിടെ കാണും. ആ ഒരു പദമാണ് കർത്താവ് ഉപയോഗിച്ചത്. നമ്മുടെ അകത്തെ നമ്മൾ കെട്ടിപ്പിടിച്ചിരിക്കുന്ന, ഒത്തിരി ആഗ്രഹിക്കുന്ന, വിട്ടുകൊടുക്കാത്ത വിഷയങ്ങളൊക്കെ കർത്താവ് കണ്ടിട്ട് ഏത് ഭാഷയാണ് ഉപയോഗിച്ചത്? ഇത് തന്നെ അന്ന് ന്യായവിധി ദിവസത്തിൽ ഉപയോഗിക്കത്തില്ലേ? കർത്താവിന് ഒരു ഭാഷയേ ഉള്ളൂ ദൈവമക്കളെ, ഒരു ഭാഷയേ ഉള്ളൂ, ഒരു കാഴ്ചപ്പാടേ ഉള്ളൂ, ഒരു ഭാവമേ ഉള്ളൂ. അതുകൊണ്ട് അതേ ഭാവം നിങ്ങളും ധരിക്കുവാൻ പാടില്ല. ലെറ്റ് ദ സെയിം മൈൻഡ് ഓഫ് ജീസസ് ബി ഇൻ. കർത്താവിന് 2 മുഖമില്ല, നമുക്ക് കാണും. ദൈവസന്ധി വന്നിരിക്കുമ്പോൾ ഒരു ആത്മീയൻ്റെ മുഖവും, അല്ലാത്തപ്പം ചിലപ്പം ഒരു ലൗകികൻ്റെ മുഖമൊക്കെ നമുക്ക് കാണും. പക്ഷേ ദൈവത്തിന് ഒരു വചനമേ ഉള്ളൂ, കർത്താവിന് ഒരു പ്രമാണമേ ഉള്ളൂ. ഈ വചനത്താലെ കർത്താവ് നമ്മളെ ന്യായം വിധിക്കുന്നത്. മുൻപോട്ട് നമുക്ക് പോകാം. ഇവിടെ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന 9 എഴുതിയിരിക്കുന്ന, നിങ്ങൾ ഓരോരുത്തരും സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം. നല്ലൊരു ആത്മീയ കൂട്ടമാണ് ഫിലിപ്പിയ സഭ. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവരോട് 4-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായമൊക്കെ വരുമ്പോൾ ഒരു ഉന്നതമായ സ്വർഗീയ വിളിയെപ്പറ്റിയൊക്കെ അവരെ ഓർപ്പിക്കുന്നുണ്ട്. ഗ്രേറ്റ് അപ്വേർഡ് കോളിംഗ് എന്നൊക്കെ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിളിയൊക്കെ ഓർപ്പിച്ച് അവരെ വിളി അനുസരിച്ച് ഒത്തിരി നിൽക്കാൻ ശ്രമിക്കുന്നു. ഗലാത്യരെ കൂട്ടിങ്ങനെ വല്ലാതെ അവരെ അവരുടെ കുറവുകളൊന്നും വെളിപ്പെടുത്താൻ ഒത്തിരി കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു ഇവിടെ വായിച്ചിട്ട്. എന്തുവായാലും അവരെ വീണ്ടും ഓർപ്പിക്കുക, നിങ്ങൾ വീണ്ടും എന്തിൽ വളരണം? സ്നേഹത്തിൽ. നമ്മളിപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യണം? വീണ്ടും. അതാണ് പരിശുദ്ധാത്മാവ് രാവിലെ സംസാരിക്കുന്നില്ലേ, വീണ്ടും സ്നേഹത്തിൽ വളരണം. പിന്നെ എന്തിലൊക്കെ വളരണം? പരിജ്ഞാനത്തിൽ എന്ത് ചെയ്യണം? ദൈവമക്കൾക്കൊക്കെ ഒത്തിരി കുറവായി പോകുന്ന ഏരിയകളാണ് അത്. നമ്മളെപ്പറ്റി പറയും ഭയങ്കര പരിജ്ഞാനമുള്ളവരാണ്. നമ്മുടെ അയൽവക്കക്കാരോടും കൂട്ടുകാരോടും കുടുംബക്കാരോടും ഒക്കെ ചോദിക്കണം,
നമ്മുടെ എവിടെയൊക്കെ കുറവുള്ള ഏരിയകൾ, നമ്മളിൽ നിന്ന് കയ്പിൻ്റെ അനുഭവങ്ങൾ വരുന്ന ഏരിയകൾ, നമ്മളിൽ നിന്ന് തിക്ത അനുഭവങ്ങൾ വരുന്ന ഏരിയകൾ, നമ്മുടെ ഒറിജിനൽ മുഖഭാവവും ഒറിജിനൽ സ്വഭാവമൊക്കെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ കറക്റ്റ് റിപ്പോർട്ട് നമ്മളെപ്പറ്റി കിട്ടും. അതാണ് നമ്മളെപ്പറ്റിയുള്ള ലോകം നമ്മളെപ്പറ്റി പറയുന്ന, നമ്മളോട് അടുത്ത് ഇടപെടുന്നവർ നമ്മളെപ്പറ്റി പറയുന്ന റിപ്പോർട്ട്. അത് പ്രതികൂലമായി തീരല്ലേ ന്യായവിധൂസത്തിൽ. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ വളരണം, ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും എന്ത് ചെയ്യണം? വളരണം. പിന്നെ സകല വിവേകത്തിലും, ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത് യു ഗ്രോ ഇൻ ഓൾ നോളേജ് ആൻഡ് ഡിസേൺമെൻറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. വിവേചിക്കുവാനുള്ള ഒരു വരം ഇല്ലേ? സകല വിവേകം എന്ന് മലയാളം ബൈബിൾ എഴുതിയിരിക്കുന്നത്, മൂലഭാഷയിൽ എഴുതിയേക്കുന്ന ഇൻ ഓൾ ഡിസേൺമെൻറ്റ്. ഏതാണ് കർത്താവിൽ നിന്ന്, ഏതാണ് കർത്താവിൽ നിന്നല്ലാത്തത്, ഏതാണ് ഞാൻ എൻ്റെ വിളി അനുസരിച്ച് എന്നെ ഒരുക്കുന്നത്, ഏതാണ് എന്നെ ക്ഷീണിപ്പിക്കുന്നത്, നമ്മൾ ഡിസേൺ ചെയ്യണം. അത് കൂട്ടുകെട്ടായിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, അത് ഏതിനാണ് നമ്മൾ പ്രാധാന്യത കൊടുക്കുന്നതായിക്കോട്ടെ, നമ്മുടെ അയൽവക്കക്കാർ, ദേശം, ജോലി, മക്കൾ, അവിടെയൊക്കെ നമ്മൾ എവിടെ വരെയുമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടാത്തത്, ഏതിനാണ് നമ്മൾ നിത്യബന്ധം, യേശുവുമായിട്ടുള്ള നിത്യബന്ധം, നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ, അതിനൊക്കെ എത്ര ഇമ്പോർട്ടൻസാണ് കൊടുക്കേണ്ടത്? 50-50 മതിയോ? 50 എൻ്റെ കുടുംബത്തിനും ലോക ജോലിക്കും, 50 കർത്താവിനും മതിയോ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പാസ്റ്റർ പറയുന്നത് പാസ്റ്ററിൻ്റെ കാഴ്ചപ്പാടായിരിക്കും. അല്ലേ ഞാൻ വചനം പഠിപ്പിക്കുമ്പോൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത് പ്രസംഗിക്കാൻ പാടില്ല, എങ്കിലും നിങ്ങളെ എൻകറേജ് ചെയ്യുവാൻ ഞാൻ വചനം അതുപോലെ പറയുന്നതായിരിക്കും. അല്ല, ഞാനും നിങ്ങളും എല്ലാവരും ഒരുപോലെ എന്ത് വേണം? ആത്മാവിൽ വളർന്ന്, വചനത്തിൽ വളർന്ന്. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ പഠിച്ചില്ലേ, കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ആത്മീയന് മാത്രമേ ആത്മാവ് പറയുന്നത് മനസ്സിലാക്കുവാൻ. only a spiritual man can understand what the spirit says. അല്ലാത്തവർക്ക് ഇതിന് 100 ഈ ക്രൂശൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജഡമിരുന്ന് ചിലപ്പോഴൊക്കെ, ഞാൻ ഇവിടെ അല്ല കേട്ടോ, നിങ്ങളാരുമല്ല, നിങ്ങളൊക്കെ പലപ്പോഴും എൻജോയ് ചെയ്തിരിക്കുന്നത്, പക്ഷെ പല സ്ഥലത്ത് നമ്മൾ ശുശ്രൂഷിക്കുന്നല്ലേ, ചിലപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്തായിരിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ശുദ്ധീകരണത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഇരുന്ന് ഞെളിപിരി കൊണ്ട് കണ്ടിട്ടുണ്ട്. അകത്തെ മനുഷ്യന് താല്പര്യമുണ്ട്, പക്ഷേ വചനം ശിഷ്യന്മാരോട് പറഞ്ഞാൽ പുറത്തെ മനുഷ്യൻ അതിന് ഒരുക്കമല്ല. ഈ ശുദ്ധീകരണത്തിന്, ഈ താഴ്മയ്ക്ക്, ദൈവാലോചനയോടുള്ള പൂർണ്ണ അനുസരണത്തിന് ഇന്ന് ഞെരിവിളി കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് പല റിയാക്ഷൻ, ചിലപ്പം എന്തൊക്കെ ഒരു വല്ലാത്ത ഒരു, നമുക്കറിയാം, ദേ ആർ ട്രബിൾഡ്. ആ ജഡം അങ്ങോട്ട് സഹരിക്കുന്നില്ല ഈ അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനവുമായിട്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകല്ലേ, ദേഹം, ദേഹി, ആത്മാവ് ഒരുപോലെ കർത്താവിൽ എൻജോയ് ചെയ്യുവാൻ. വചനത്തിൽ കൂടാണ് നമുക്ക് വിവേചനം വരുന്നത്, ആത്മാവിൽ കൂടാണ്. എബ്രായ ലേഖനം നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച ഒരു വാക്യം വായിച്ച് നിർത്തി, ഒന്നുകൂടി ഞാനൊന്ന് വായിക്കുക. എബ്രായ ലേഖനം 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം, Hebrews 5:14. ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ? 70 വയസ്സിന് 80 വയസ്സിന് മേളിലുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ എന്തോ എഴുതിയിരിക്കുന്ന? പ്രായം തികഞ്ഞവർക്കേ പറ്റത്തുള്ളൂ. ആ പ്രായമാണോ അപ്പോൾ ഉദ്ദേശിക്കുന്നത്? അല്ലല്ലോ. ഇത് കട്ടിയായുള്ള ആഹാരം കഴിച്ചാൽ, ഇംഗ്ലീഷിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയേക്കുന്നത്, For everyone who partakes only of milk is unskilled of the word of righteousness, for he is a babe. 14. But for solid food belongs to those who are of full age, that is, those who by reason of use have their senses exercised to discern both. See, when you eat solid food, you have your senses exercised to discern both good and evil. അപ്പം ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ശരി നടക്കുന്നത്? നമ്മുടെ മസിൽസൊക്കെ ഒന്ന് സ്ട്രോങ് ആവും ഇല്ലേ? ആ വീക്കായതെല്ലാം ഒന്ന് സ്ട്രോങ് ആയി. എന്തിനാണ് സ്ട്രോങ് ആക്കേണ്ടത്? ടു ഡിസേൺ ഗുഡ് ആൻഡ് ഈവൽ. നല്ലതും തിന്മയും പറ്റി തിരിച്ചറിയുവാൻ. ഈ നല്ലതും തിന്മയെന്ന് പറഞ്ഞ ജാതികളുടെ വഴിയും ദൈവമക്കളുടെ വഴിയും അങ്ങനല്ല. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ നല്ലത് എന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ അത് നമ്മളെ ആത്മീയമായിട്ട് ക്ഷീണിപ്പിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സാരമില്ല എന്ന്, അവിടെ ഒക്കെ നമ്മൾ ആത്മീയമായിട്ട് വളരുമ്പോഴാണ് പൗലോസ് പറയുന്നത് പോലെ ഉപേക്ഷിക്കേണ്ടതൊക്കെ വീണ്ടും ഉപേക്ഷിക്കുവാൻ, ക്രമീകരണം പ്രാപിക്കേണ്ട ഇന്നത്തെ കൾച്ചർ എന്തുമായിക്കോട്ടെ, ഇന്നത്തെ സഭകൾ പോകുന്ന രീതി എന്തുമായിക്കോട്ടെ, എങ്ങനെയും ആയിക്കോട്ടെ, ഇന്നത്തെ ട്രെൻഡ് എങ്ങനെയും ആയിക്കോട്ടെ, അതൊന്നും കർത്താവിന് വിഷയമല്ല. ഈ വചനത്താൽ എല്ലാവരെയും കർത്താവ് ഒരുപാട് ഏത് കാലഘട്ടം ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ മൊബൈലും ഇൻ്റർനെറ്റും ഇത്രയും ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയയും ഒക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നത്, എങ്ങനെ കൃപയോടുകൂടി, അതൊന്നും കർത്താവിന് അറിയണ്ടാതെ. സോ ഇവിടെ എഴുതിയേക്കുന്ന ആസ് യു ഈറ്റ് സോളിഡ് ഫുഡ്. അപ്പം ഈ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, എല്ലാം നന്നായിരിക്കും, എല്ലാം നിങ്ങൾ അനുഗ്രഹം മാത്രം പ്രാപിക്കും, തിന്മ വരത്തില്ല. സ്തോത്രം. ആര് പറഞ്ഞു?
കർത്താവ് അനുവദിക്കുന്ന തീച്ചൂളയുടെ അനുഭവമോ? ചില കാര്യങ്ങളൊക്കെ കർത്താവ് പിശാചിനെ അനുവദിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ. അപ്പം തിന്മ വരത്തില്ല, നന്മ മാത്രമേ വരത്തുള്ളൂ നമ്മുടെ ആഗ്രഹമാണ്. അത് കർത്താവ് നമ്മളെ ഒരുക്കുന്ന ഓരോ രീതിയിൽ ഓരോരുത്തരെയും ഒരുക്കുന്നത്. നമ്മൾ കർത്താവിന് ഐഡിയ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. കർത്താവിനറിയാം എന്നെ തൊടേണ്ടത് എവിടാ, നിങ്ങളെ തൊടേണ്ടത് എവിടാ, ഉരുക്കേണ്ടത് എവിടാ, ഏതൊക്കെ ഏരിയയില ഇച്ചിരി ഉയർച്ചയുണ്ട് ഇവ നമ്മളെ താഴ്ത്താനുള്ള പല കാര്യങ്ങൾ ചെയ്യും, പല നിന്ന് അനുവദിക്കും. അപ്പം നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ഇത്രയുമേ. ഇതൊക്കെ ദൈവത്തിന് അറിയാവുന്നേ. കർത്താവ് സർവ്വജ്ഞാനിയല്ലേ, സർവശക്തനല്ലേ. പിശാചിനെ വരെ ഒരുക്കിക്കൊണ്ടിരിക്കുക, പിശാചിന് വരെ ഒരു ചാൻസ് കൊടുത്തിരിക്കുക. പക്ഷെ അവൻ നന്നാവുമെന്ന് തോന്നുന്നില്ല, നന്നാവുന്നതായിട്ട് ബൈബിളിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് അവനിൽ അവസാനവും ഞാൻ പലപ്പോഴും വിചാരിച്ചുകൊണ്ട് ഇവനെ അയച്ചു വിട്ടിരിക്കുന്നത് എന്തിനാ. ഇവനെ ഏദൻ തോട്ടത്തിന് മുമ്പേ ഇവനെ അങ്ങ് കെട്ടിയിട്ട് അവസാനം ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം നമ്മുടെ നിത്യതയും നശിപ്പിക്കാൻ ശ്രമിച്ചിട്ട് എത്രയും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ട് അവസാനം കർത്താവിനെ ചങ്ങലയിൽ കെട്ടിയിടാൻ പോവാം. നേരത്തെ കെട്ടിയിട്ടായിരുന്നെങ്കിൽ സ്തോത്രം. കർത്താവിന് ആരെ മാത്രം മതി സ്വർഗത്തിൽ താമസിക്കുവാൻ. ഇതിൻ്റെ ഈ ടെസ്റ്റ് എല്ലാം പാസ്സായി, ഈ ട്രയൽസിൽ കൂടെ എല്ലാം കടന്നുപോയി പെറുപെറുക്കാതെ ജയത്തോടു കൂടി നിൽക്കുന്നവൻ, ലോകത്തിലേക്ക് ഫോക്കസ് വരാതെ കർത്താവിനെ സ്നേഹിക്കുന്നവൻ. കാര്യം ഒരു കാര്യം കർത്താവിന് മനസ്സിലായി, അവൻ ഏദൻ തോട്ടം ഒരുക്കി കൊടുത്താലും സ്വർഗീയ അനുഭവം ഈ ഭൂമിയിൽ ഒരുക്കി കൊടുത്താലും ചോദിക്കുന്നതെല്ലാം കൊടുത്താലും ഭൂമിയുടെ മേൽ അധികാരം കൊടുത്താലും തേജസ്സിൻ്റെ വസ്ത്രം കൊടുത്താലും കർത്താവ് എല്ലാ ദിവസവും വന്ന് സന്ധ്യാസമയത്ത് അവൻ്റെ കൂടെ നടന്നാലും ഈ മനുഷ്യൻ നന്നാത്തില്ലെന്ന് കർത്താവിന് ആദ്യമേ മനസ്സിലായി. ഇവൻ അവിടുന്ന് നിൽക്കും, ഇവൻ ഇവിടുന്ന് നിൽക്കും. ഇല്ല, അതല്ല സംഭവിച്ചത്. ഇവൻ ലോകത്തോടു കൂടി പിശാച് വരുമ്പോൾ ലോകത്തിന് ചില നന്മ പറയുമ്പോൾ ഇവൻ പെട്ടെന്ന് ഇവിടുന്ന് അങ്ങോട്ട് ചാടും. അതിനും ആമേൻ പറയും, അതിനും യേസ് പറയും. അങ്ങനെ വല്ല ദൈവമക്കൾ ഇവിടെ ഉണ്ടോ? ഈ ലോകത്തിൻ്റെ നന്മ പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മേൻ എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എന്നിട്ട് ഇവിടെ വന്ന് ക്രൂശിൻ്റെ വചനം കേൾക്കുമ്പോൾ ഇതിനും ആമേൻ പറയുന്ന അതാന്ന് സംഭവിച്ചത്. പിശാച് പറഞ്ഞതിനും ആമേൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞതിനും ഹാലല് അവരുടെ തേജസ് നഷ്ടപ്പെട്ടു. ദൈവമക്കളെ ഹാലല് ശപിക്കപ്പെട്ടവരായി തീർന്നു. നമുക്കറിയാം അവിടെ സംഭവിച്ചതെല്ലാം. സ്തോത്രം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് യു നീഡ് ടു ഈറ്റ് സോളിഡ് ഫുഡ്. നമ്മൾ ഈ പ്രതിവാക്യമായിട്ട് വാക്യം പഠിക്കുമ്പോൾ എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ഡീപ്പായിട്ട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം. നല്ല കട്ടിയായിട്ടുള്ള ആഹാരം കഴിച്ചാൽ മാത്രമേ നമ്മുടെ ഉൾക്കണ്ണുകളൊന്ന് പ്രകാശിക്കത്തുള്ളൂ. എന്താ നമ്മുടെ ഫോക്കസ്? അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെയൊക്കെ നോക്കി ലോകത്തിൽ പ്രമുഖരെയൊക്കെ നോക്കി അവരെ പോലൊക്കെ ആയിത്തീരുവാൻ. ഈ ദൈവവേലയിലും ഉണ്ടല്ലോ പ്രമുഖർ, സെലിബ്രിറ്റിക്കാർ ഇവിടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ സഭകളിലും ഉണ്ടല്ലോ പ്രമുഖർ. അപ്പോൾ അവരെയൊക്കെ നോക്കി അവർക്കൊക്കെ ആകാമല്ലോ എനിക്കും ആയിക്കൂടെ എന്ന് വിചാരിച്ച് സ്തോത്രം. നമുക്ക് നോക്കേണ്ടത് ആരെയാണ് ദൈവമക്കളെ? യേശുവിനെ അല്ലേ? യേശുവിൻ്റെ ജീവിതം ഇവിടെ അറിയത്തില്ലേ? അവസാനം ഹാലല്യ ക്രൂശ് വരെയുള്ള ആ പാത പത്രോസും പൗലോസും ഒക്കെ ഓർപ്പിക്കുന്നു, ഫോളോ ഹിസ് ഫുഡ് സ്റ്റെപ്സ്. യേശു ചെന്ന് ഇരിക്കുന്നിടത്ത് എത്തണമെങ്കിൽ ആരുടെ കാൽപാദങ്ങൾ ഹാലല്യ ഉണ്ട്. പ്രൈസ് ലോർഡ്. ഇവിടുത്തെ ഒരു VIPസിൻ്റെ അല്ല, ഇവിടുത്തെ ഒരു ആൾക്കാരും അല്ല നമ്മുടെ റോൾ മോഡൽ. ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ നോക്കി ആ കാൽപാദങ്ങൾ, യേശു പോയ വഴിയല്ലാതെ സ്വർഗത്തിൽ പോകാൻ വേറൊരു വഴിയുണ്ട്. എന്നോടൊന്ന് പറഞ്ഞു തരണേ. കുറച്ച് നാളായിട്ട് ഞാനും വില കൊടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കുക. വില കൊടുക്കാതെ സ്വർഗത്തിൽ പോകാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരണേ. സ്തോത്രം. അങ്ങനൊരു വഴിയില്ല എന്ന് വളരെ നിശ്ചയമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ജഡം കോപ്പറേറ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലേ? 10ാമത്തെ വാക്യം നമ്മൾ കണ്ടു. നിങ്ങൾക്ക് ഇത്രയും വചനം അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? വേറൊരു സുവിശേഷം കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? മാറിപ്പോവും. ഗലാത്യർ മാറിപ്പോയ പോലെ പെട്ടെന്ന് നിങ്ങൾ യു വിൽ ഷിഫ്റ്റ് ഓർ മൂവ് അവേ. പതുക്കെ നിങ്ങളങ്ങ് മാറിപ്പോവും വേറൊരു സുവിശേഷത്തിൽ. അതുകൊണ്ട് നിങ്ങൾ നല്ല ആത്മീയ വളർച്ച പ്രാപിച്ചിട്ട് പിന്നെ എന്ത് ഫലം കായ്ക്കണം എന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? നീതിയുടെ ഫലം. സ്തോത്രം. നിങ്ങൾ എന്ത് ചെയ്യണം? നീതിയുടെ ഫലം നിറഞ്ഞവരായി തീരണം. ഫ്രൂട്ട്സ് ഓഫ് റൈച്ചസ്നെസ്. ഈ ദിവസങ്ങൾ നമ്മളിലുള്ള നല്ല ഫലങ്ങൾ നമ്മളുമായിട്ട് ഇടപെടുന്ന ആൾക്കാർ ഒന്ന് അനുഭവിക്കുവാൻ. നമ്മളിങ്ങനെ പൊഹഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പറ്റുന്നത് ദൈവമക്കളെ? ഇവിടെ അല്ല, ദൈവസന്നിധിയിലല്ല, അല്ലെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ പൊഹഞ്ഞായിരിക്കുന്നു. ഒരു സന്തോഷമില്ലാതെ പൊഹഞ്ഞിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ നമുക്ക് നീതിയുടെ ഫലം ആൾക്കാരെങ്ങനെ അനുഭവിക്കും? നമുക്ക് മത്തായി സുവിശേഷം കർത്താവ് പറഞ്ഞ ഒരു ഭാഗമാണ്. ഞാൻ ഈ വചനങ്ങൾ ഓർപ്പിക്കുന്ന വേറൊന്നുമല്ല, അത് മാത്രമേ നമ്മളെ ജീവിപ്പിക്കത്തുള്ളൂ. മത്തായി സുവിശേഷം മാത്യു ചാപ്റ്റർ 7:16. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ട്. ഏതാ ഈ വൃക്ഷം? ആ ഫലം എന്ത് ചെയ്യണം? ലോകത്തിൻ്റെ മുമ്പിൽ
ആൾക്കാർ നമ്മുടെ ഫലം എന്തുവാന്ന്, അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്നത് ആരാന്നോ, നമ്മുടെ വിളി എന്തുവാ, നമ്മുടെ കോളിംഗ് എന്തുവാന്നൊക്കെ ലോകം തിരിച്ചറിയും. അതിൻ്റെ 19-20 ഒന്ന് വായിച്ച് 19 and 20. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. നമ്മൾ വചനം പഠിക്കുമ്പോൾ പേടിക്കേണ്ട ഏരിയകളുണ്ട്. അതിലൊരു ഏരിയയാണ് ഇവിടെ. ഫലം കായ്ക്കാൻ കർത്താവ് പറഞ്ഞു. ഇവിടെ തന്നെ ഒരു ഉപമയിൽ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ജീവിത ഭാരം നിമിത്തം വചനം അങ്ങോട്ട് വളർന്നു വരുമ്പോൾ 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷേ യു നോട്ട് ഏബിൾ ടു ബി ഫ്രൂട്ട്ഫുൾ. നമ്മുടെ വിചാരം ഭയങ്കര ഫ്രൂട്ട്ഫുള്ളാണ്. ഈ 30, 60, 100 മേനിയൊക്കെ വിട്, 100 times ഒക്കെ വിട്, ഒന്ന് ഇരട്ടി ഫലം കായ്ക്കുവാൻ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഈ നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മളെപ്പോഴും എക്സ്ക്യൂസ് പറയുന്നത് എന്തുവാണ്? മൈ സിറ്റുവേഷൻസ് ഇല്ലേ, എൻ്റെ സാഹചര്യങ്ങൾ. ഈ സാഹചര്യങ്ങളൊക്കെ മാറ്റുവാൻ ശക്തനായ കർത്താവിനോടാണോ നമ്മുടെ സാഹചര്യങ്ങൾ എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത്? ദൈവമക്കളെ, ഒറ്റ കാര്യം കർത്താവ് ചോദിക്കുന്നുണ്ട്, നിനക്ക് മനസ്സുണ്ടോ? ഇല്ല, അങ്ങനല്ലേ? കർത്താവിനെ പിൻപറ്റി ഓരോരുത്തരോട് ചോദിക്കും, സൗഖ്യം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ നിനക്ക് എന്തുണ്ടോ? മനസ്സുള്ളവന് സാഹചര്യങ്ങൾ എങ്ങനെയാണ് തടസ്സമായി തീരുന്നത്? അതുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ലോകത്തിൽ ചെയ്യണം. ഞാനും പല വിഷയത്തിൽ കൂടി കടന്നു പോകുന്നുണ്ടെന്നേ, നമുക്കൊക്കെ ഒത്തിരി ലോഡുകളുണ്ട്. പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല, കർത്താവിനും നമുക്കും ആകാൻ പാടില്ല. അതൊരു സൈഡിൽ കൂടി ലോകത്തിൽ ജീവിക്കുമ്പോൾ വി ഹാവ് ടു ഫേസ് എ ലോട്ട് ഓഫ് തിങ്സ്. ഒത്തിരി ബേർഡൻ എടുക്കേണ്ട, അല്ലെങ്കിൽ പല വിഷയങ്ങളുണ്ട്. ആ ബേർഡനൊക്കെ കുറച്ചാൽ മതി. അതൊക്കെ ദൈവസന്നിധിയിൽ കൊടുത്ത് കർത്താവിനോട് നിന്നൊരു ആലോചന പ്രാപിച്ച് മുമ്പോട്ട് പോയാൽ മതി. ഫലം കായ്ക്കുക എന്നുള്ളത്, ഫലം കായ്ച്ചില്ലെങ്കിൽ 19-ാമത്തെ വാക്യത്തിൽ പറയുക, യേശു കർത്താവ് ഫലം കായ്ക്കാത്തവരെന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ചെയ്യുമോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശ്വാസികളെ വെട്ടി തീയിലിടുവോ? രക്ഷ നഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ, സാൽവേഷൻ വിൽ നോട്ട് ബി ലോസ്റ്റ് എന്നൊക്കെയുള്ള വല്ലാത്ത ദുരുപദേശമൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സാൽവേഷൻ വിൽ ബി ലോസ്റ്റ് ഇഫ് യു നോട്ട് വിക്ടോറിയസ്, ഇഫ് യു നോട്ട് ഫെയ്ത്ത്ഫുൾ, ഇഫ് യു ഡോണ്ട് എൻഡ്യൂർ ടു ദ ലാസ്റ്റ്. ഇതൊക്കെ വചനം എത്ര വ്യക്തമായിട്ട്, അവസാനം വരെയും സഹിച്ചില്ലെങ്കിൽ, അവസാനം വരെ വിശ്വസ്തനായി തീർന്നില്ല, അവസാനം വരെയും. അത് ഓർക്കുമ്പോഴാണ് പൗലോസ് പറയുന്നത്, ഭയത്തോടുകൂടിയും വിറയലോടുകൂടിയും നിൻ്റെ രക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യണം? യു ഹാവ് ടു വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ടപ്പം സ്വർഗം ഉറപ്പ്, ടിക്കറ്റ്, ബോർഡിംഗ് പാസ് ഒന്നുമില്ല. സ്തോത്രം. രക്ഷിക്കപ്പെട്ടപ്പം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. എല്ലാവർക്കും എരിവ ആരംഭിക്കുമ്പോൾ. ഈ അവസാനം എന്തായിത്തീരും? ഈ യാത്ര മധ്യത്തിൽ ഇസ്രായേലിന് പറ്റിയ പോലെ, അനേക അഭിഷക്തർക്ക് പറ്റിയപ്പോൾ ദേ ബിക്കം അൺഫെയ്ത്ത്ഫുൾ. ഉണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരാതെ കർത്താവ് നമ്മളെല്ലാം കാത്തുകൊള്ളട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഈ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് എന്ത് ചെയ്യണം? അവസാനം വരെ. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച പോലെ, ഞാൻ ആരെ വിശ്വസിക്കുന്നു അവൻ എൻ്റെ ഉപനിധി, അവൻ അവസാനത്തോളം എന്നെ നടത്തുവാൻ ദൈവം ആരാണ്? ശക്തനാണ്. ആ ഒരു ഉറപ്പാണ് ഈ ദിവസങ്ങൾ. പിശാച് വന്ന് ഇടയ്ക്ക് നമ്മളെ ഡൗൺ ആക്കുമ്പോൾ പറഞ്ഞോണം. ഇവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഫലങ്ങൾ കായ്ച്ചില്ലെങ്കിൽ കർത്താവ് തന്നെ, രക്ഷിച്ച കർത്താവ് തന്നെ ശിക്ഷിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ഇസ്രായേലിനെ ചെയ്തില്ലേ? അവരെ രക്ഷിച്ചു, അവരെ തന്നെ കർത്താവ് എന്തു ചെയ്തു? അനുസരണക്കേട് കാണിച്ചപ്പോൾ മരുഭൂമിയിൽ ശിക്ഷിച്ചു. രക്ഷിച്ച കർത്താവ് ശിക്ഷിക്കും. ബൈബിൾ പുതിയ നിയമത്തിലും കാണുന്നുണ്ട്, പഴയ നിയമത്തിലും കാണുന്നുണ്ട്. രക്ഷിച്ച കർത്താവ് യൂദാസിനെയൊക്കെ വലിയ വിളിയാലാണ് വിളിച്ചത്, ശലോമോനെയൊക്കെ വലിയ വിളിയാലാണ് വിളിച്ചത്. സ്തോത്രം. രക്ഷിച്ച കർത്താവ് തന്നെ എന്ത് ചെയ്യും? ശിക്ഷിക്കുന്ന ഒരു കർത്താവോടാണ്. മറന്നു പോകല്ലേ. അവിടെ നമ്മൾ കർത്താവിൻ്റെ സ്വഭാവം മനസ്സിലാക്കി വേണം മുൻപോട്ട് പോകുവാൻ. ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്, ഫലം കായ്ക്കുക, ബി ഫ്രൂട്ട്ഫുൾ. ഇവിടെ 11-ാമത്തെ വാക്യത്തിൽ, അതുപോലെ തന്നെ 12 വേഴ്സ് 12, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്തുവാ തനിക്ക് ഭവിച്ചത്? എന്തുവാ? താൻ ഒന്നും തെറ്റൊന്നും ചെയ്തില്ല, പക്ഷേ തന്നെ ഓരോ കോടതിയിൽ ഇങ്ങനെ മാറി മാറി വിധിക്കുക. അവിടെ പോകുന്നു, ജയിലിലിടുന്നു, അവിടെ വിധിക്കുന്നു. ഇപ്പോഴും കിടക്കുന്ന എവിടെയാണ്? ജയിലിലാണ്. ഇത്രയും ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴും ജയിലിലിടുക. തനിക്ക് വെളിയിൽ നിന്നുള്ള കഷ്ടത, കൂടെയുള്ള അടി, കൂടെയുള്ള പ്രശ്നങ്ങൾ, ദേശശക്തി, ഗവൺമെൻറ് നിയമങ്ങൾ പലപ്പോഴും എടുത്ത് ആൾക്കാർ പറയും അവന് സുബോധമില്ല, ഒരിക്കലും അവരെ പിടിച്ച് പണ്ട് ജയിലിലിട്ടല്ലേ, പിന്നെയും ഈ ചക്രവർത്തിയുടെ നിയമവും തെറ്റിച്ച് ക്രിസ്തുവിനെ പ്രസംഗിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അങ്ങനെയൊക്കെ പറയുന്നവർ കാണും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്, കൊരിന്ത്യ ലേഖനത്തിലും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവർ എന്നിടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ കളിയാക്കുന്ന, നിന്ദിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുടെ ഇടയ്ക്കുണ്ട്. ആരുണ്ട്? എമംഗ് ദ ബ്രദേഴ്സ്, ദൈവമക്കളുടെ ഇടയ്ക്ക്. താൻ നിമിത്തം വിശ്വാസി വന്ന കൊരിന്ത്യരാണ്, പക്ഷേ തന്നെ ഭ്രാന്തന് വരെ വിളിച്ചിട്ടുണ്ട്. താൻ ഹീസ് ഔട്ട് ഓഫ് ഹിസ് മൈൻഡ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
തൻ്റെ മാനസിക സ്ഥിതിയൊക്കെ താൻ ആത്മീയമായിട്ട് അവരെ ഡിസിപ്ലിൻ ചെയ്ത് അവരുടെ കുറവുകളെ വെളിപ്പെടുത്താൻ പറഞ്ഞപ്പോൾ എന്തുവാ തൻ്റെ എതിരെ തിരിഞ്ഞ കൊരിന്ത്യ സഭ നമുക്കറിയാം. 1 കൊരിന്ത്യയിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അവിടെ എഴുതിയിരിക്കുന്നത് എനിക്ക് ഭവിച്ചതോർത്ത് നിങ്ങൾ ഡിസ്കറേജ്ഡ് ആകണ്ട. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചേ ഉള്ളൂ. ഫോർ ദ ഫെർദറൻസ് ഓഫ് ഗോസ്പൽ എന്ന് എഴുതിയിരിക്കുന്നത്. എന്നെ ഒന്നോട് 2 കാര്യമാണ് ഇവിടെ നടക്കുന്നത്. എന്നെ ആൾക്കാർ നിന്ദിക്കുന്ന പോലെ ഞാൻ ഡൗൺ ആവുകയല്ല ചെയ്തത്. എന്നെ കർത്താവ് ഒരുക്കുക ഇനി അടുത്ത ശക്തമായൊരു മിനിസ്ട്രി ഉണ്ട്. സ്വത്രം ജയിലിലുള്ള ഈ ചില വർഷങ്ങൾ താൻ അവിടെ കിടന്ന് 4 ലേഖനങ്ങൾ എഴുതി വെളിയിൽ നടക്കാത്ത ഒരു വലിയ ശക്തമായ ശുശ്രൂഷയാണ് ജയിലിൽ കിടന്ന് താൻ ചെയ്യുന്നത്. വെളിയിൽ താൻ ചെയ്ത ശുശ്രൂഷ പലപ്പോഴും നമ്മളെ ബലപ്പെടുത്തിയിട്ടില്ല, അന്നുള്ള സഭയെ മാത്രമേ ബലപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ ജയിലിൽ കിടന്ന് താൻ എഴുതിയ ആ 4 ലേഖനം ഉണ്ടല്ലോ, ഫിലിപ്പിയർ, ഈ പ്രാവശ്യം വേറെ തിമോത്തിയോസൊക്കെ പിന്നീട് ജയിലിൽ കിടന്ന് ലാസ്റ്റിൽ എഴുതി, ഈ പ്രാവശ്യം ജയിലിൽ കിടന്ന് എഴുതിയ എഫേസിയർ, ഫിലിപ്പിയർ, കൊലോസിയർ, ഫിലമോൻ, ഈ പ്രിസൺ എപ്പിസൽസ് അല്ല, ഈ 4 ലേഖനങ്ങൾ ഇന്നും നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ഈ 2000 ചിലവാനം വർഷം കഴിഞ്ഞിട്ട് ഇന്നും അന്ന് പൗലോസ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അന്ന് ചെയ്ത ആ ശുശ്രൂഷ, അന്ന് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയാണ് താനത് അവിടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ തോല് തനിക്കെടുത്ത് കൊടുക്കാനും എഴുതാനും ഒക്കെയുള്ള സൗകര്യം സാഹചര്യം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കൈസറിൻ്റെ ജയിലിലാണ് കിടക്കുന്നത്. എന്തായാലും തനിക്ക് ആ സാഹചര്യമൊക്കെ കിട്ടിക്കാണും, അല്ലെങ്കിൽ ദൈവം അവിടെ ഒരുക്കി കാണും. താൻ അവിടെ കിടന്ന് വളരെ കഷ്ടപ്പാടാണ് ഈ സ്ക്രോൾസിൽ എഴുതുക എന്നുള്ളത്. അവിടെ ഒക്കെ താൻ ഇത്രയും ലേഖനങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് എഴുതുകയും പലരെ കൊണ്ട് എഴുതിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതിന്നും നമ്മളെ ആത്മാവിൽ ജീവിപ്പിക്കുന്നു. അപ്പം ഇതൊന്നും നഷ്ടത്തിനല്ല, ഇതൊക്കെ എന്നെയും ശുദ്ധീകരിക്കുവാൻ, കൂടുതൽ സുവിശേഷ വേല ചെയ്യുവാൻ, എന്നെ താഴ്ത്തിയാൽ നമ്മൾ ദൈവസന്നിധിയിൽ പല തീച്ചുകളുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, നിന്നയുടെ അനുഭവം വരുന്നത് എന്തിനാണെന്നറിയാം? നമ്മളെ ഒന്ന് ഈ താന്നില്ലെങ്കിലുണ്ടല്ലോ, ഈ ബലൂൺ ഹൈഡ്രോജൻ ബലൂൺ പോലെ ചീർത്ത് ഞാൻ ആരോ ആണ്, ആരും എന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാൻ ആരാന്നറിയാമോ, ഞാൻ പണ്ട് ആരായിരുന്നെന്നറിയാമോ, അതൊക്കെ അറിഞ്ഞു വേണം എന്നോട് ഇടപെടാൻ. അപ്പം കർത്താവ് ചില കാര്യങ്ങൾ എന്തു ചെയ്യും, നമ്മളെ ഒന്ന് ചെയ്യുമോ? ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഇഷ്ടത്തിനുണ്ടല്ലോ. അപ്പം പൗലോസും പൗലോസ് ഈ വെളിപ്പാടുകളാണ്, തൻ്റെ ശുശ്രൂഷയാണ് തൻ്റെ അറിയാതെ അഹങ്കരിച്ച് പോകാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ. അതുകൊണ്ട് വെളിപ്പാടിൻ്റെ ആധിക്യത്താൽ അവിടെ എഴുതിയിരിക്കുന്നത് താൻ അഹങ്കരിച്ച് പോകാതിരിപ്പാൻ ഒരു ശൂലം കൂടി കർത്താവ് എന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. അവിടെയൊക്കെ തന്നെ ഒന്ന് താഴ്ത്തിയാൽ മാത്രമേ കർത്താവിനെ നമ്മൾ ഉയർത്തുവാൻ കഴിയത്തുള്ളൂ. ദൈവസന്നിധിയിൽ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, ഹംബിൾ യുവർ സെൽഫ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് ആൻഡ് ഗോഡ് വിൽ ലിഫ്റ്റ് യു അപ്പ്. അപ്പം ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തിയാൽ മാത്രമേ കർത്താവ് നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ. യെസ്, ഹല്ലേലൂയ. റൈറ്റ് ടൈമിൽ ഈ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഭൗമികമായിട്ട് ഉയർത്തുക എന്നല്ല എൻ്റെ അർത്ഥം കേട്ടോ. അങ്ങനെ ഒരു ഉയർച്ച പൗലോസ് പ്രാപിച്ചില്ല, പത്രോസ് പ്രാപിച്ചില്ല, യാക്കോബ് പ്രാപിച്ചില്ല, യോഹന്നാൻ പ്രാപിച്ചില്ല, യേശു കർത്താവും പ്രാപിച്ചില്ല. അപ്പം അങ്ങനെ വല്ല മനസ്സിലുണ്ട്, അതെടുത്തങ്ങ് മാറ്റിയേരും. ഈ താഴ്ത്തുമ്പോൾ ഉയർത്തും എന്ന് പറയുന്നത് അതല്ല, സ്തോത്രം. പക്ഷേ ദൈവത്തിൻ്റെ അധികാരത്തോടുകൂടി നിന്നെ ഒരു ദേശത്ത് നിർത്തുമ്പോൾ, വളരെ ധനികരും പ്രോമിനൻറ്റ് പീപ്പിൾ, അല്ലെങ്കിൽ സ്തോത്രം ദേശത്ത് വലിയ ഹോൾഡ് ഉള്ളവരും രാഷ്ട്രീയക്കാരും, അവർക്കൊന്നും ചെയ്യുവാൻ കഴിയാത്തത് നിന്നെ കൊണ്ട് ദൈവം പല ഭവനത്തിലും ആ ദേശത്തിൻ്റെ ഒരു കാവൽക്കാരായി നിർത്തുകയും ഭൂതത്തിൻ്റെ മേലുള്ള അധികാരം, സ്തോത്രം രോഗത്തിൻ്റെ മേലുള്ള അധികാരം, അനേക ശല്യപ്പെടുത്തുന്ന ശക്തികളെ ഒതുക്കുവാൻ, ബലവാനെ പിടിച്ച് കെട്ടുവാനുള്ള അധികാരം. നീ ഒരു കാര്യം പറഞ്ഞാൽ ദൈവം അതുപോലെ കേൾക്കുന്ന ഒരു ബന്ധത്തിൽ ദൈവം നിന്നെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എത്രത്തോളം ഡെഡിക്കേഷൻ വേണം, ഇല്ലേ? പ്രൈസ് ലോർഡ്. നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെയൊക്കെ പല പൊളിറ്റിക്സ് കാണും, നിൻ്റെ കുടുംബത്തിൽ കാണും, റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്ക് കാണും. അവിടെയൊക്കെ ഒരു അധികാരമുള്ളവനായി കർത്താവിന് പകരക്കാരനായിട്ട് നിർത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുക, ഈ എൻ്റെ ജീവിതത്തിൽ വന്ന ഈ കഷ്ടത, ഇപ്പോഴും ഞാൻ ജയിലിൽ കിടന്നു, ചങ്ങല എൻ്റെ കയ്യിലും കാലിലും ഉണ്ട്, ഇതൊന്നും ദോഷത്തിനല്ല, എന്നെ താഴ്ത്തുവാൻ, അങ്ങനെ കർത്താവിന് എന്നെ ഉയർത്തുവാൻ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ, അങ്ങനെ കർത്താവിന് എന്നെ നിറയ്ക്കാം. അല്ലേ? അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. എന്നെ ശുദ്ധീകരിച്ചാൽ മാത്രമേ കർത്താവിന് എന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. only once he sanctifies me can he fill me. അപ്പോൾ എൻ്റെ ശുദ്ധീകരണത്തിനായിട്ട് എന്നെ താഴ്ത്തുവാൻ, എന്നെ ശുദ്ധീകരിക്കുവാൻ, അങ്ങനെ സുവിശേഷം എന്നിൽ കൂടി വർദ്ധിക്കുവാൻ. നമ്മുടെ വിചാരം ഈ സുവിശേഷം വർദ്ധിക്കണമെങ്കിൽ, പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, കുറച്ചൊക്കെ പഠിക്കും തിയോളജി, എന്നിട്ട് പറയും ശുശ്രൂഷ വെളിപ്പെടുന്നില്ല, ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ കുറച്ചുകൂടി പോയി പഠിക്കും.
പിന്നെ ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്കറിയാം, എൻ്റെ ഒത്തിരി പേരെ എനിക്കറിയാം. എൻ്റെ കൂടെയൊക്കെ കർത്താവിൻ്റെ വേല തുടങ്ങിയവരും അത് കഴിഞ്ഞ് തുടങ്ങിയവരും എൻ്റെ അനിയന്മാരും ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേരെ അറിയാം. പിന്നെയും കൊടുക്കും, എന്നാൽ ചിലപ്പോൾ പഠിച്ചത് റെഡിയായി കാണത്തില്ല, എന്നാൽ കുറച്ചുകൂടി പോയി പഠിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിയോളജിയിൽ പോയി അങ്ങ് പഠിക്കും. പഠിച്ച് അവസാനം അവർ തന്നെ ഒരു കൺഫ്യൂഷനിലാവും. ശരിക്കും ഇസ്രയേൽ ചെങ്കടലിൽ കൂടെ നടന്നോ, അതോ അവിടെ ഒരു ഇച്ചിരി വെള്ളമുള്ളൊരു ഏരിയ ആയിരുന്നോ? ശരിക്കും കർത്താവ് ആ കുരുടനെ സൗഖ്യമാക്കിയോ? ശരിക്കും കർത്താവ് മധ്യാകാശത്തിൽ വരുമോ, അതോ അതൊക്കെ ജസ്റ്റ് ഒരു ചിന്ത പോലെ ഇങ്ങനെ ഇട്ട് ഒരു ഉണ്ടല്ലോ, ഒരു ഉദാഹരണം പോലെ ഇങ്ങനെ ഒരു കമ്പാരിസൺ മാത്രമേ ഉള്ളൂ? അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങൾ കയറി വന്ന അവസാനം അവർക്ക് തന്നെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കഴിയാതെ, ഇത് നേരത്തെ ഈ സമയത്ത് വല്ലതും ടെക്നിക്കലായിട്ട് പഠിച്ചായിരുന്നു നല്ല ജോലിയെങ്കിൽ കിട്ടിയാൽ. ഈ വർഷങ്ങൾ മുഴുവനും തിയോളജിയിൽ കളഞ്ഞിട്ട് അവസാനം കർത്താവിൻ്റെ വേല പോലും ചെയ്യുവാൻ. അപ്പം തിയോളജിക്കൽ ക്ലാസ്സസ് ഒന്നുമല്ല, ബൈബിൾ ട്രെയിനിങ് ഒക്കെ വേണം, ശക്തരായ ദൈവദാസന്മാരോട് നിൽക്കണം, വചനം ഹാലല്യ കറക്റ്റായിട്ട് പഠിക്കണം. പക്ഷേ സ്തോത്രം, തിയോളജിക്കൽ ക്ലാസ്സസ് ഒന്നും അല്ല നമ്മളെ ശക്തരായി നിർത്തുന്നത്, ശുദ്ധീകരണ ദൈവസന്നിധിയിൽ ഒരുക്കത്തനായിട്ട്. അപ്പം ഇവിടെ പൗലോസ് തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അവൻ എന്തെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. അനന്യാസ് പറഞ്ഞ പ്രവചനം എന്തുവാ? അവന് ഒത്തിരി കഷ്ടത അവൻ സഹിക്കേണ്ടതായിട്ട് വരും. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കർത്താവ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരുമെന്ന് പറഞ്ഞ ഒരു ബന്ധമാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, താഴ്ത്തിയാൽ മാത്രമേ കർത്താവിന് ഉയർത്തുവാൻ കഴിയത്തുള്ളൂ, ശക്തമായിട്ടൊരു ദേശത്ത് നിർത്തുവാൻ കഴിയത്തുള്ളൂ. സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകല്ലേ. സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് അങ്ങനെ ശക്തരായി നിർത്തുന്നത് കൊണ്ടാണ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലും യെരുശലേം തൊട്ട് ഇലൂരിയ ദേശം, ഇലൂരിയ ഇന്നത്തെ പ്രസൻറ്റ് യൂഗോസ്ലാവിയ, യെരുശലേം ഏഷ്യയില, പിന്നെ പല യൂറോപ്യൻ മെഡിറ്ററേനിയൻ തീരത്തുള്ള ഇപ്പോൾ ഫിലിപ്പി പോലുള്ള അതെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളാണ്. പിന്നെ അറബി ദേശങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെ ഇവിടെ യൂഗോസ്ലാവിയ, USSR അല്ലേ, റഷ്യ. അപ്പം ഏകദേശം 3 ഭൂഖണ്ഡത്തിലല്ലേ നമുക്കറിയാവുന്ന ബൈബിളിൽ നിന്ന് കിട്ടുന്ന എത്രയൊക്കെ രാജ്യത്ത് പോയി, അല്ലെ തൻ്റെ 3 മിഷണറിയോ, ചിലർ പറയുന്ന 4 മിഷണറിയോ യാത്രകളിലൊക്കെ എത്ര, അപ്പോൾ 3 ഭൂഖണ്ഡത്തിലാണ്. അപ്പോൾ ഇത്രയും ശക്തനായിട്ട് തന്നെ നിർത്തുവാൻ താഴോട്ടൊക്കെ അതാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് കർത്താവ് ഒരു പ്രോസസ്സിങ് സ്റ്റേറ്റിലേക്ക്, ഒരു ട്രയൽ അല്ലെങ്കിൽ ഒരു പരീക്ഷ, ഒരു ശുദ്ധീകരണം, ഒരു തീച്ചൂളയുടെ അനുഭവം ദൈവം അനുവദിച്ച് തന്നെ ഒരുക്കുവാനാ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ തീച്ചൂളയ്ക്കായിട്ടും. ഇതുവരെ നമ്മളെ അനുഗ്രഹത്തിന് സ്തോത്രം പറയാനേ പഠിപ്പിച്ചുള്ളൂ ദൈവദാസന്മാരല്ലേ. നമുക്ക് വരുന്ന തീച്ചൂളയുടെ അനുഭവം, നമുക്ക് വരുന്ന നിന്ദയ്ക്കായിട്ട്, ദൈവം അനുവദിക്കുന്ന കഷ്ടതയ്ക്കായിട്ട്, നമ്മളായിട്ട് ചെന്ന് ചാടുന്ന കഷ്ടതയല്ല, ദൈവം എന്നെയും നിങ്ങളെയും ശുദ്ധീകരിക്കുവാൻ അനുവദിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ടും. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. അതൊന്നും ദോഷമല്ല ദൈവമക്കളെ. സ്തോത്രം. നമ്മളെ ഇടയ്ക്കൊക്കെ ബാലശിക്ഷകൾ തരുന്ന പോലും നമ്മളെ ഒന്ന് ആത്മാവിൽ ഉണർത്തുവാൻ കണ്ണുകൾ തുറക്കും. അല്ലെങ്കിൽ ഈ കണ്ണുകൾ ഈ ബുർജ് ദുബായും അല്ലെ ബുർജ് ഖലീഫയും ഇങ്ങനെ ഉയർന്ന കാര്യങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ലോകത്തിലെ വലിയ സ്തംഭങ്ങളൊക്കെ കാണത്തുള്ളൂ. സ്തോത്രം. സ്വർഗത്തിലെ വലിയ കാര്യങ്ങളോടൊന്ന് കാണുവാൻ നമ്മുടെ ഉൾക്കണ്ണുകൾ ഈ ദിവസങ്ങളൊന്ന് പ്രകാശിക്കട്ടെ. 13-ാമത്തെ വാക്യം, വേഴ്സ് 30. എന്റെ വേദനകൾ ക്രിസ്തു നിമിത്തമാകുന്നുവെന്ന് അകമ്പടി പട്ടണത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും. ഇപ്പം താൻ എവിടെ കിടക്കുന്നത്? കൈസറിൻ്റെ ജയിലിലാണ് അല്ലേ? ഇതിൻ്റെ 4-ാം അധ്യായം ഒന്ന് വായിച്ച 4:22. ഈ ഫിലിപ്പിയ ലേഖനം തന്നെ 4:22. അപ്പോഴത്തേക്ക് ഇപ്പോൾ ലേഖനത്തിൻ്റെ ലാസ്റ്റ് എഴുതുമ്പോൾ താൻ എന്തുവാ പറയുന്നത്? കൈസറിൻ്റെ അരമനയിലല്ലേ, സീസേഴ്സ് ജയിൽ, ഭവന ഹൗസ് അറസ്റ്റ് എന്ന് പോലുള്ള രീതിയിലൊക്കെ ആയി കാണും. എങ്കിലും ചങ്ങലയുണ്ടെന്നാ, താൻ കളസരം എഴുതത്തില്ല. എൻ്റെ ബന്ധനത്തിൽ കയ്യിലും കാലിലും എന്തുണ്ട്? ആമുണ്ട്. പക്ഷേ ഈ വചനമൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവരെല്ലാവരും കൂട്ടു സഹോദരന്മാരൊക്കെയായി. ജയിലിൽ നിന്ന് ചില എൻ്റെ സഹപടയാളികൾ എന്നൊക്കെ എഴുതുന്നുണ്ട് താഴോട്ട്. നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് വായിക്കാം. അതുകൊണ്ടൊന്ന് വായിച്ചേ. കൊലോസ്യ ലേഖനം അടുത്ത ലേഖനമാണല്ലോ, 4-ാം അധ്യായം 9-ഉം 10-ഉം. ജയിലിൽ നിന്നും 2-3 വിശ്വാസികളെയൊക്കെ നല്ല ശക്തരായ ദൈവദാസന്മാരെ കിട്ടി. കൊലോസിയൻസ് 4:9 and 10. അത് തന്നെ. വരുന്ന ആളുകൾ ഫിലിമോനിലൊക്കെ നമുക്ക് വായിക്കാം ഈ ഒനേസിമോസിനെ പറ്റി. ശക്തനായ ഒരു ദൈവദാസൻ. ജയിലിലെ അവസ്ഥകളൊക്കെ, ഇവിടുത്തെ അവസ്ഥകളൊക്കെ, ഒനേസിമോസ് ജയിലിൽ നിന്ന് ഇറങ്ങിയോണ്ട്, താനിപ്പോഴും ജയിലില്ല, ഒനേസിമോസ് ഇറങ്ങി, താൻ നിങ്ങളെ അറിയിക്കും. അടുത്ത അരിസ്തർഹോസും സഹബന്ധന, മൈ ഫെലോ പ്രിസണർ.
ശരിക്കും ഫെലോ പ്രിസണറാ, ജയിലിൽ കിടന്നവരാ. 2 ശക്തരായ ദൈവദാസന്മാർ. യെസ്, ഫെലോ പ്രിസണർ. ബർന്നബാസിന്റെ മനുഷ്യനായ മർക്കോസും ആ. അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. അപ്പം ഇവിടെ ജയിലിൽ കിടന്നാലും ശക്തമായ ശുശ്രൂഷയാണ് ചെയ്യുന്ന ദൈവമക്കളെ. അവിടെ ഒത്തിരി പേരെ ബലപ്പെടുത്തും. അവിടെ ശക്തമായ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. അവിടെ ദൈവം അനുവദിക്കുന്ന എല്ലാ പ്രതികൂലങ്ങൾക്കായിട്ടും എല്ലാ ട്രെയിനിങ്ങിനായിട്ടും നമ്മൾ പലപ്പോഴും വിചാരിക്കും കുറച്ച് നാളുകൾ വേറൊരു രീതിയിലാണ് കർത്താവ് ശുശ്രൂഷയിൽ അനുവദിക്കുന്നത്. അതൊക്കെ സ്ട്രെയിഞ്ചായിട്ട് അല്ലെങ്കിൽ ആശ്ചര്യമായിട്ട് നമുക്ക് തോന്നും. ഒന്നും ആശ്ചര്യപ്പെടേണ്ടതില്ല. ദൈവസന്നിധിയിൽ അങ്ങ് സമർപ്പിച്ചാൽ മതി. കർത്താവ് നടത്തുന്ന വഴിയെല്ലാം ശ്രേഷ്ഠമാണ്. ജയിലിൽ കിടന്ന് അയ്യോ എനിക്ക് കർത്താവ് എന്തിനാണ് എന്നെ ജയിലിൽ ഇട്ടിരിക്കുന്നത്, വെളിയിലാണെങ്കിൽ എനിക്ക് ഒത്തിരി ശുശ്രൂഷ ചെയ്യാമല്ലോ. ഓടി നടന്ന് ഭവനം തോറും ഗ്രാമം തോറും യാത്ര ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനെ ചങ്ങലെ പിടിച്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നോ. ഇവിടെ നല്ല ശക്തരായ ദൈവദാസന്മാർ, പ്രൈസ് ലോർഡ്, ജയിലിൽ നിന്ന് തന്നെ തനിക്ക് കിട്ടി സുവിശേഷകർ, ക്രിമിനൽസ് രക്ഷിക്കപ്പെട്ട് അവർ അഭിഷേകം പ്രാപിച്ച് കർത്താവിന് വേണ്ടി വെളിയിലിറങ്ങുമ്പോൾ സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ശക്തരായി നിന്നു. അകത്താണോ വെളിയിലാണോ സ്നാനപ്പെട്ടതെന്നൊന്നും എഴുതത്തില്ല. എന്തായാലും പ്രൈസ് ലോർഡ് കർത്താവിൻ്റെ കൽപ്പന എല്ലാം അനുസരിച്ച് ശക്തരായി നിൽക്കുക. അപ്പോൾ അവരെയും വചനം പഠിപ്പിച്ചു, ജയിലുള്ളവരെ വചനം പഠിപ്പിച്ചു. ഈ കൈസറിൻ്റെ അരമനയിലാണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ആ ജയിലിലാണ്. അപ്പം അവിടെ ഉള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വന്ദനം ചെയ്യുമാറുള്ള അവരൊക്കെ കൂട്ടു സഹോദരങ്ങളായി. അവരൊക്കെ യേശുവിൽ വിശ്വസിച്ചു. അവർ അനേകർ കർത്താവിൻ്റെ കൽപ്പന സ്വീകരിച്ചു. അപ്പോൾ ഈ ജയിലിലുള്ളവരെല്ലാവരും, പ്രത്യേകിച്ച് ഈ ജയിൽ ഓഫീസേഴ്സും ഈ കൈസറിൻ്റെ ഇവിടുത്തെ ഓഫീസേഴ്സും ഇവിടെ ഭവനത്തിലുള്ള അരമനയിലുള്ള എല്ലാവരും ദേ ഓൾ ഗ്രീറ്റ് യു. ഈ ഗ്രീറ്റിങ്സ് സഹോദരങ്ങൾ മധ്യത്തിലല്ലേ. അപ്പോൾ അവരൊക്കെ അവരുടെ സന്തോഷം നിങ്ങളോട് പറയണമെങ്കിൽ ഈ പൗലോസിനെ കൊണ്ട് അവിടെ ഇട്ടത് കൊണ്ട് ജയിലിൽ നിരാശ മാത്രമേ ഉള്ളൂ, അല്ലേ ഏട്ടാ? പ്രത്യാശയ്ക്ക് ഒരു വകുപ്പുമില്ല. പ്രൈസ് ലോർഡ്. ഞങ്ങളൊക്കെ പലപ്പോഴും ജയിലിൽ പോയിട്ടുണ്ട് സുവിശേഷം പറയുവാൻ. കേൾക്കാൻ താല്പര്യപ്പെടുന്ന ആ പ്രാർത്ഥനാ റൂമിലേക്ക് വരുന്നവർ വളരെ കുറവാണ്. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ് എന്തിന് ദൈവം ഇതെൻ്റെ ജീവിതത്തിൽ ചെയ്തു, ആ ദൈവവുമില്ല എന്ന് പറഞ്ഞ് അങ്ങ് വല്ലാതെ നിരാശയിലേക്ക്, ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് കടന്നു പോകുന്ന ആൾക്കാരുടെ മധ്യത്തിൽ പൗലോസിനെ അവിടെ കൊണ്ടിട്ട് വലിയ സന്തോഷത്താൽ. കാരണം നിങ്ങൾ ഓർക്കണം, ദൈവമക്കളുടെ ജീവിതത്തിൽ എന്ത് അനുവദിച്ചാലും റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നു ഓൾ ദാറ്റ് കംസ് ഈസ് ഫോർ ഗുഡ് എഴുതിയിരിക്കുന്നത്. അതെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. യെസ്, ദൈവം അനുവദിക്കുന്നതെല്ലാം നന്മയ്ക്കാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ ഈ സന്തോഷം ഉള്ളതുകൊണ്ടാണ് പൗലോസിന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കുവാൻ കഴിയുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. പൗലോസിൻ്റെ ജീവിതത്തിൽ ഈ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചില്ല, ഹബക്കൂക്ക് പറഞ്ഞ പോലെ എൻ്റെ ആടുമാടുകളുമില്ല, ഇൻകം സോഴ്സ് ഒന്നുമില്ല, ഒത്തിരി ഉണ്ട് കാര്യങ്ങൾ, അതിന് ഇൻകമില്ല. കൃഷിയിൽ നിന്ന് ഇൻകമില്ല, മുന്തിരിയിൽ നിന്ന് ഇൻകമില്ല, ഒലിവിൽ നിന്ന് ഇൻകമില്ല, ഒന്നുമില്ല. പക്ഷെങ്കിൽ എങ്കിലും യഹോവയിൽ സന്തോഷിക്കും. ഇൻകം സോഴ്സ് എല്ലാം ബ്ലോക്ക് ആയാലും, ശരീരം ക്ഷീണിച്ചാലും, ഹാലല്ല, പൗലോസിനും യോബിനും ദാവീദിനും ഇവിടെ ഹബക്കൂക്കിലും ഒക്കെ കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയുന്നത് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കുഴപ്പവുമില്ലെന്നേ. ആ ജയിലിൽ കിടക്കുമ്പോഴും പൗലോസിനെ സന്തോഷിക്കുവാൻ കഴിയുന്നു. യാക്കോബ് ആ കാര്യം ഒന്ന് പറയുന്നത് എന്തിനാണ് നമ്മളെ ഈ തീച്ചുകളുടെ അനുഭവത്തിൽ. ജെയിംസ് ചാപ്റ്റർ 1:2-3. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന്. ഈ വിശ്വാസത്തിൻ്റെ പരിശോധന വലിയ സന്തോഷം ഉളവാക്കുന്നു എന്നറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? കൗണ്ട് ഇറ്റ് എ ജോയ്. ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത് മൈ ബ്രദർ, കൗണ്ട് ഇറ്റ് എ ജോയ് വെൻ യു ഫോൾ ഇൻ ടു വേരിയസ് ട്രയൽസ്. ഒത്തിരി കഷ്ടതയെക്കൂടും പരീക്ഷകൾക്കൂടും പരിശോധനയെക്കൂടും കടന്നു പോകുമ്പോൾ വലിയ സന്തോഷം എന്നാണ്. മനുഷ്യൻ, ആത്മാവില്ലാത്തൊരു ലോകമനുഷ്യൻ നോക്കി ഇത് കേട്ടാൽ, ഈ വചനം കേട്ടാൽ കഷ്ടതയെക്കൂടി കടന്നു പോകുമ്പോൾ സന്തോഷിക്കാൻ നിങ്ങൾക്ക് എല്ലാത്തിനും വട്ടാന്ന് പറയാം, ഇല്ലേ? കാര്യം ലോകത്തിൻ്റെ ബുദ്ധി വെച്ച് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ കഷ്ടതയെക്കൂടി കടന്നു പോകുന്നത് സന്തോഷം തന്നെയാണ്. പരീക്ഷയെക്കൂടി കടന്നു പോകുന്ന സമയം വലിയ സന്തോഷം എന്ന് എണ്ണാൻ പരിശുദ്ധാത്മാവ് പറയുക. എന്തുകൊണ്ടാണ് സന്തോഷം? 3-4 വായിച്ചേ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകണം. That you may be perfect, complete, ലാക്കിംഗ് നത്തിങ് എന്ന് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുറവുകളൊക്കെ മാറി ആരുടെ കൂടെ വസിക്കേണ്ടത്? ദ പെർഫെക്റ്റ് വൺ, ദ കംപ്ലീറ്റ് വൺ. കർത്താവ് ആരാ? യേശു ആരാ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പെർഫെക്ഷൻ്റെ സ്കെയിലാണ് അല്ലേ? ആ വിശുദ്ധിയിൽ വസിക്കുന്ന അല്ലെ പരിശുദ്ധൻ്റെ കൂടെ ഈ മനുഷ്യനായ ഒരുത്ത ടീഷർട്ടൊക്കെ എഴുതിയിട്ട് ബീയിങ് ഹ്യൂമൻ എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി കുറവുകളുണ്ട്. കാര്യം ഐ എം ഹ്യൂമൻ.
എക്സ്ക്യൂസ് വളരെ എളുപ്പമാണ്. ഞാൻ ഹ്യൂമൺ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഴും, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും. നോ, നമ്മളെയൊക്കെ കർത്താവ് എന്ത് ചെയ്യും? ലോർഡ് ഈസ് മേക്കിംഗ് എസ് പെർഫെക്റ്റ്. അതിനാണ് സഹായകൻ കൂടെ ഉണ്ട്, ഹെൽപ്പർ. എനിക്ക് പറ്റത്തില്ല പെർഫെക്റ്റ് ആകാൻ, ഞാൻ മനുഷ്യനാണ്, കംപ്ലീറ്റ് മനുഷ്യനാണ്. പക്ഷേ സഹായിക്കാൻ ആരുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ഹെൽപ്പർ കൂടുണ്ട്, കാര്യസ്ഥൻ കൂടുണ്ട്. സ്തോത്രം. അപ്പം ഇവിടെ എഴുതിയേക്കുന്ന ഈ കഷ്ടതയിൽ കൂടി തീച്ചൂലയുടെ ആരും അവിടെ ഒരു മൈക്രോവേവ് ഓവൻ ഇരിപ്പുണ്ട്. അപ്പം ചൂട് പോരായെങ്കിൽ വെന്തില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടെ ടൈമറും ഒന്ന് കൂട്ടി വെക്കും, ചൂടും ഒന്ന് കൂട്ടി വെക്കും. ഇതാ കർത്താവ് ചില സമയത്തൊക്കെ ചെയ്യുന്നത്. ചെറിയ ചൂട് തരുമ്പോൾ നോക്കും സാംസൺ രക്ഷപ്പെട്ടൊക്കെ പോകുന്നു. ഒരു വഴി അടയുമ്പോൾ ഞാൻ വേറെ വഴിയെ ആ സോഴ്സ് ഉണ്ടല്ലോ ഈ സോഴ്സ് ഉണ്ടല്ലോ എന്ന് ചാടി തെന്നി പോകും. കർത്താവ് ഇച്ചൂട് ചൂട് കൂടും. നീ എവിടെ വരെ ഓടുവാടാ? ഇച്ചൂട് കൂട്ടും. എന്നെ ഏതൊരു ഏരിയയിൽ കർത്താവ് തീരുമാനമെടുപ്പിക്കുവാൻ ശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നോ ആ ഏരിയയിൽ ഞാൻ തീരുമാനമെടുത്താൽ പെട്ടെന്ന് പരീക്ഷ അങ്ങ് മാറും. തീരുമാനമെടുക്കാതെ കർത്താവിനെ കുറേ മാസങ്ങളോ വർഷങ്ങളോ കളിപ്പിച്ച് നടന്നാൽ തീച്ചൂളയുടെ അനുഭവം കൂടും. കർത്താവ് വീണ്ടും കൂട്ടും. ഉരുകി വെന്ത് ഞാൻ അവസാനം എന്ത് ചെയ്യും? സർവശക്തൻ ഒരാളെ പാഠം പഠിപ്പിക്കാൻ നോക്കിയാൽ നമുക്ക് കർത്താവ് എത്ര മിടുക്കനാണെങ്കിലും എത്ര ലോകത്തിൽ കാര്യങ്ങളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കാര്യത്തിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ? ദൈവത്തിന് ഈസിയായിട്ട് നമ്മളെ തള്ളിക്കളയാം. പക്ഷെ തള്ളിക്കളയാതെ അവസാനം വരെയും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. വില കൊടുത്തവനാണേ. അപ്പനും അമ്മയും ചിലപ്പം ഞാൻ എൻ്റെ പിള്ളേരോട് ചിലപ്പം പറയാം അനുസരിച്ചില്ലേ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊക്കെ പറയും. ഞാൻ പറയുന്നതാണ്, അതുകൊണ്ട് പിള്ളേർ ഇവിടെ ഇരിക്കുന്നത് വെറുതെ പറയുന്നത്. തമാശ പ്രസംഗത്തിൻ്റെ ഒരു ഓളത്തിന് പറയുന്നതല്ല, എല്ലാ ദിവസവും പറയുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, അനുസരിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ വേലയുമായിട്ടാണ് നമ്മൾ ഈ ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുന്നത്. അതിനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ യു ആർ ഔട്ട് ഓഫ് ദ ഹൗസ് പറഞ്ഞതാ. സ്തോത്രം. പറഞ്ഞാലേ പറ്റൂ. എനിക്ക് ശുശ്രൂഷയിൽ നിൽക്കണമെങ്കിൽ, എനിക്ക് ഈ വചനം നിങ്ങളോ കറക്റ്റായിട്ട് വചനമായിട്ട് പഠിപ്പിക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞാലേ പറ്റൂ. ഏലി പുരോഹിതനോട്ട് അല്ലെങ്കിൽ എൻ്റെ കഴുത്ത് കർത്താവ് എന്ത് ചെയ്യും? ഓടിക്കും. അവിടെ എനിക്ക് വചനം പഠിപ്പിച്ചെങ്കിൽ അങ്ങനെ നിന്നേലേ പറ്റൂ. അത് ആവശ്യമായിപ്പോയി. നമ്മളൊക്കെ ഹല്ലേലൂയ ഓർത്തോണം, കർത്താവിന് വേണ്ടത് പെർഫെക്ഷനാണ്. ഞാനും നിങ്ങളും എല്ലാവരും നമ്മൾ മാറിയാലേ പറ്റൂ. കാരണം ആ പരിശുദ്ധൻ്റെ കൂടെ വസിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷ അനുവദിക്കും. നമ്മളിവിടെ യാക്കോബ് ലേഖനത്തിൽ വായിച്ചില്ലേ, that we may be perfect, lacking nothing. അവിടാണ് ബ്ലെയിംലെസ് കുറ്റമില്ലാത്തവരായി. എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ട്, നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. അവിടെയൊക്കെ കർത്താവ് പണിയുവാൻ വേണ്ടിയാണ് നമ്മളെ തീച്ചൂലയുടെ അനുഭവത്തിൽ കൂടി കർത്താവ് കടത്തിവിടുന്നത്. അതുകൊണ്ട് ആ സമയത്ത് പെറുപെറുക്കാൻ നിൽക്കല്ലേ. കർത്താവെ എന്ത് പാഠമാണ് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ടീച്ച് മീ ലോർഡ് എന്ന് പറയുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യെസ്. വീണ്ടും സഹോദരന്മാർ മിക്കവരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിന്റെ ധൈര്യം കൊണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിക്കാൻ അധികം തുനിയുകയും ചെയ്തു. എൻ്റെ ബന്ധനത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എന്തുവാ ചെയ്യേണ്ടത്? ക്ഷീണിച്ചു പോകേണ്ടതാ. പക്ഷേ സഹോദരങ്ങൾ എന്തുവാ സംഭവിക്കുന്നത്? ഈ ട്രെയിനിങ് എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ട് എന്നെ ഇത് ബോൾഡാക്കി. ഞാൻ നേരത്തെ നമ്മൾ മേളത്തെ വാക്യത്തിൽ വായിച്ചില്ലേ, കൈസറിൻ്റെ ഭവനത്തിൽ താൻ കിടക്കുമ്പോൾ തൻ്റെ ജീവിതം മുഴുവൻ സന്തോഷത്താൽ നിറഞ്ഞതുകൊണ്ട് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവെ 30 വർഷത്തെ ശുശ്രൂഷയുടെ ശേഷം ഞാൻ ജയിലിൽ കിടക്കുക. ഈ ദൈവദാസന്മാരെ നിന്ദിക്കാനും ആൾക്കാരുണ്ട്. ഭയങ്കര പ്രസംഗമല്ലായിരുന്നോ? വെളിയിലായിരുന്നപ്പോൾ എന്തുമായിരുന്നു പ്രസംഗം? ക്രൂശിൻ്റെ വചനവും പത്യോപദേശവും ഡിസിപ്ലിനിങ് വചനത്തിൽ കൂടി. ഇപ്പം കിടക്കുക. എവിടെ കിടക്കുന്നത്? ജയിലിൽ. അവിടെ കുറച്ചാൾ അവിടെ കിടക്കട്ടെ, നമുക്കൊരാശ്വാസം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞവർ കാണും. ആ ഡിസിപ്ലിനിങ് അല്ലെങ്കിൽ ആ ക്രൂശിൻ്റെ വചനം സ്വീകരിക്കുവാൻ പറ്റാത്തവർ, ലൗകികർ, എല്ലാ അങ്ങനെയുള്ള ദൈവമക്കളൊക്കെ അത് പറഞ്ഞു കാണും. പക്ഷേ അതൊന്നും ഡൗൺ ആകേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ ദൈവത്തിൻ്റെ, ഇവിടെ നമ്മൾ വായിച്ചില്ലേ, പരീക്ഷയ്ക്കുൾ കടന്നു പോകുമ്പോൾ സന്തോഷിപ്പീൻ, കൗണ്ട് ഇറ്റ് ജോയ് വെൻ യു ഗോ ത്രൂ സഫറിങ്സ് എന്ന് പറയുന്നത് പോലെ ദൈവാത്മാവ് തന്നെ സന്തോഷത്താൽ നിറച്ചുകൊണ്ടാണ് ഈ സന്തോഷം കൈസറിൻ്റെ ഭവനത്തിലൊക്കെ തനിക്ക് ആ ജയിലിൽ, കൈസറിൻ്റെ ജയിലിൽ എല്ലാവർക്കും ചിലർ വിശ്വാസത്തിലായി. ലാസ്റ്റിൽ കൈസറിൻ്റെ ഇവിടുത്തെ ജയിൽ ഓഫീസേഴ്സ് വരെയും ഗ്രീറ്റ് ചെയ്യുക. ഈ ലേഖനം ഇന്ന് പകൽക്കാലം കൊച്ചിയിലിരിക്കുന്ന സഭയ്ക്കും കിട്ടി ഈ ഗ്രീറ്റിംഗ് ഇല്ലേ? അവിടെ കൈസറിൻ്റെ ഭവനാംഗങ്ങളെല്ലാം നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അപ്പോൾ ആ സന്തോഷം ഒന്ന് വ്യാപരിക്കുന്ന നോക്കിയേ. ഇത് എവിടെ നിന്ന് തുടങ്ങിയതാ? ക്രിസ്തുവിൻ്റെ സന്തോഷം ഈ വില കൊടുക്കുന്ന പൗലോസിൻ്റെ ജീവിതത്തിൽ വന്നു. പൗലോസിന് ഈ സന്തോഷം കിട്ടിയോണ്ടാണ് തനിക്കത് സ്പ്രെഡ് ചെയ്യുവാൻ അല്ലെങ്കിൽ തന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് വരുവാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെയാണ് ഈ 14ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ എൻ്റെ ജീവിതത്തിൽ വന്ന ട്രെയിനിങ് എനിക്ക് കൂടുതൽ ധൈര്യമുള്ളവനാക്കി തീർത്തു. നമ്മളാണെങ്കിൽ ഈ പെർസിക്യൂഷൻ റിലീഫൊക്കെ നമ്മൾ കാണുന്നതല്ലേ. പലരെ പിടിച്ച് ജയിലിലിട്ടു, ഛത്തീസ്ഗഡിലിട്ടു, ബീഹാറിലിട്ടു. അയ്യോ ബീഹാറിലോട്ട് പോകുന്നു. ഇല്ല, ഞാനില്ല. കാരണം എന്നാ,
എന്നെയും പിടിച്ച് അവരെന്ത് ചെയ്യും? അവിടെ മതപരിവർത്തന ബില്ലുള്ള സ്ഥലമല്ലേ. അപ്പം എവിടെയെങ്കിലും ഒരാളെ പിടിച്ച് ജയിലിലിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകത്തുമില്ല. അവിടെയുള്ള ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഞാൻ പലരും പേടിച്ച് ടീച്ചർമാരായിട്ടാണ് ജോലി ചെയ്യുന്നത്, അറിയാമല്ലോ. നേപ്പാളിലുണ്ട് ദേവദാസന്മാർ ടീച്ചർമാരായിട്ട് ജോലി ചെയ്യുന്നത്. ചിലയിടത്തൊക്കെ ദൈവം അത് അനുവദിക്കുന്നു. ആ ജോലിയിൽ കൂടെ ഇപ്പം ഗൾഫ് പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ ഒരാൾക്ക് പാസ്റ്റർ വിസയിൽ നിൽക്കാൻ പറ്റത്തില്ല, ജോലിയിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴാ ചെറിയ ചേഞ്ചസൊക്കെ ചില അറബ് രാജ്യങ്ങൾ വന്നത്. അപ്പം അവിടെയൊക്കെ ടീച്ചർമാരായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ ഇടയ്ക്ക് വെച്ചാൽ 2-3 വർഷം മുമ്പേ ഒരു ഡൽഹിയിൽ നിന്ന് ഓടി വന്ന ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ആ കുടുംബം എന്നോട് പറഞ്ഞു, ഞങ്ങൾ കണ്ടു മലയാളി ദൈവദാസന്മാരെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ആ ഗ്രാമത്തിൽ നിന്നല്ലാത്ത ദൈവദാസന്മാർ അവിടെ നിന്ന് മീറ്റിംഗ് നടത്തി. ഞങ്ങൾ അടുത്തൊരു ഭവനത്തിൽ ഞങ്ങളുടെ ഒരു വിശ്വാസിയെ ഭവന സന്ദർശനം ചെയ്ത സമയത്ത് അവിടെ ഒരു മലയാളി പാസ്റ്ററും ഒരു കൂട് വന്ന ഒരു ദൈവദാസനോട് ഒന്നിച്ച് അവർ ശുശ്രൂഷ ചെയ്തു. ഞായറാഴ്ച സഭായം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരെ പിടിച്ച് വലിച്ചഴച്ചുകൊണ്ട് നാട്ടുകാർ പോകുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട് പോലീസിൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇവർ മതപരിവർത്തനം നടത്തുവാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നിട്ട് എന്നോട് പറയുവാ, ഞങ്ങളത് കണ്ടതല്ല, അടുത്ത ട്രെയിൻ കയറി ഞങ്ങളിങ്ങനെ നാട്ടിൽ വന്നു. എനിക്ക് കിട്ടിയ റിപ്പോർട്ടാണ്, ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് കർത്താവിൻ്റെ വേലയും നിർത്തി, എല്ലാം നിർത്തി. 14-15 വർഷം UPയുടെ ഡൽഹിയുമായിട്ട് ചേർന്നുള്ള ഭാഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഗ്രാമത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവദാസനും കുടുംബമാണ്. ആ കുടുംബം ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്, ഒരു പാസ്റ്ററിനെ പിടിക്കുന്ന കണ്ടിട്ട് ഞാൻ അവിടുന്ന് എന്ത് ചെയ്തു, ഞങ്ങൾ ജീവനെ ഭാര്യ മക്കളെ അപ്പോഴേ കയറ്റി വിട്ടു, ഞാൻ അടുത്ത ട്രെയിനിലും കയറി പോകും. ഇനി ഞങ്ങൾ അങ്ങോട്ടില്ല. അവരിവിടെ ഒത്തിരി ഇവിടെ നാട്ടിൽ പല സഭകളോടൊക്കെ ചോദിച്ച് അവസാനം ഇപ്പം ഒരു സ്ഥലത്ത് അവരിവിടെ കേരളത്തിൽ ശുശ്രൂഷിക്കുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ ഉണ്ട് കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പോൾ ഒരു ദൈവദാസനെ പിടിച്ച് ജയിലിലിട്ടാൽ അടുത്തവരെന്ത് ചെയ്യും, ആ ഏരിയ വിട്ട് പോകും. കന്തമാലി ഇഷ്യൂ നടന്ന ഉടനെ ഞങ്ങൾ അവിടെ എത്തിയതാണ്. ഞങ്ങൾക്ക് വിശാഖപട്ടണത്തായിരുന്നു അന്ന്. ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ഓൺ ദ സ്പോട്ട്, ഞങ്ങൾക്ക് 150 കിലോമീറ്ററേ ഉള്ളൂ. ഞങ്ങളിവിടെ ആദ്യം എത്തിയ ദേവദാസന്മാരിൽ ഒരാളാണ് ഞാനും. അവിടെ ഒക്കെ ഡിസ്കറേജ്ഡ് ആയിട്ടിരിക്കുന്ന ദൈവമക്കളൊക്കെ ചിതറിപ്പോയി, പല സംസ്ഥാനത്തിലേക്ക് ചിതറിപ്പോയി, അവിടുത്തെ ക്രിസ്ത്യാനികളുടെ വീടൊക്കെ കത്തിച്ച സമയത്ത്. അപ്പോൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ദൈവമക്കൾ ഡിസ്കറേജ്ഡ് ആവും. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ദൈവമക്കൾ ചിതറിപ്പോകും നമുക്ക് കാണാം. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ, എൻ്റെ ജീവിതത്തിൽ വന്ന ഈ കഷ്ടത അത് എന്നെയും ബലപ്പെടുത്തി. അത് ഞാൻ ജയിലിലായിരിക്കുന്ന, എന്നെ പിടിച്ച് ജയിലിലിരിക്കുന്ന കണ്ട അനേകരെ പരിശുദ്ധാത്മാവ് അവരെയും ബലപ്പെടുത്തി. അങ്ങനല്ലേ, എൻ്റെ ബന്ധനത്തിൽ ഞാൻ ജയിലിൽ കിടക്കുന്ന നിമിത്തം സഹോദരന്മാർ ധൈര്യം പൂണ്ട് അവരെ പിടിച്ച് ജയിലിൽ ഇടുമോ എന്ന് വിചാരിച്ചല്ല. ഞങ്ങളുടെ മെയിൻ ദൈവദാസനെ ജയിലിലിട്ടിരിക്കും, അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. സഹോദരന്മാർ ധൈര്യം പോണ്ട് ആ ദേശത്ത് വീണ്ടും ശക്തമായി കർത്താവിനെ ദൈവം ബോൾഡ് ടു പ്രീച്ച് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം പൗലോസിന്മേലുള്ള ആ ധൈര്യം അത് വ്യാപരിക്കുന്ന ധൈര്യമാണ്. പൗലോസിൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹവും സന്തോഷവും അത് വ്യാപരിക്കുന്നതാണ്. ദൈവമക്കളെ, നമ്മളോട് ഒത്തിരി ജാതികൾ ഇടപെടുന്നുണ്ട്. ലോട്ട് ഓഫ് ജെൻറ്റൈൽസ് ആർ ഡീലിംഗ് വിത്ത് അസ്. ജോലി നിമിത്തം അയൽവക്കക്കാർ അവർ നമ്മളിൽ നിന്ന് ആ സ്നേഹവും ആ ധൈര്യവും ആ വിവേകവും ആ ജ്ഞാനവും ആത്മാവിൻ്റെ ഫലങ്ങളും സമാധാനവും ഒക്കെ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ടോ? നമ്മുടെ കുറവുകളൊന്നും നോക്കാം, എൻ്റെ കുറവുകൾ ഞാൻ നോക്കാം. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. അല്ല, നമ്മളിൽ നിന്ന് കയ്പും തിക്ത അനുഭവം ഒരു സാധാരണ മനുഷ്യനെ പോലെ നമ്മളുള്ളെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ആത്മീയമായിട്ട് വളർന്നു. ദൈവമക്കളെ, ആ ശുശ്രൂഷ നമ്മൾക്കൂടി വെളിപ്പെടുന്നു. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് വചനം പഠിച്ചു, അന്നത്തെ ചരിത്രം അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ കണ്ടു മുൻപോട്ട് പോകാതെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങളുടെ ഏരിയ നമുക്കൊന്ന് കർത്താവിൻ്റെ സന്ധിയിൽ സമർപ്പിക്കാം. കർത്താവ്, എന്നോട് ഇടപെടുന്ന ജാതികൾ, ഞാൻ താമസിക്കുന്ന ദേശം, അവിടെ സാക്ഷ്യം കെടുത്താതെ അവിടെ നല്ല ഒരു സുവിശേഷകനായിട്ട്, ഒരു സുവിശേഷകിയായിട്ട് നിൽക്കുവാനുള്ള കൃപയും അവരോട് യേശുവിൻ്റെ സ്നേഹത്തെപ്പറ്റി പറയുവാനുള്ള പ്രാഗൽഭ്യം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ അത് തരണമേ, ലോകത്തിൽ ഇത് തരണമേ എന്നുള്ള പ്രാർത്ഥനാ ലിസ്റ്റ് മാറ്റി വെച്ചിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന പ്രാർത്ഥനാ വാക്കുകൾ നമ്മുടെ ആത്മാവിൽ നമ്മുടെ വായിൽ നിന്ന് വരട്ടെ. സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വളർച്ചയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. താഴോട്ട് 15. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കും, ചിലരോ നല്ല മനസ്സോടെ തന്നെ അവർ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് സ്നേഹത്താൽ ചെയ്യും. ചിലര് ഞാൻ ഇവിടെ കിടക്കുന്ന നിമിത്തം ചിലരെന്ത് ചെയ്യുന്നു, നല്ല സ്നേഹത്തോടുകൂടി എനിക്ക് ചെയ്യാൻ പറ്റാത്ത ശുശ്രൂഷ എനിക്ക് പകരമായിട്ട് വെളിയിൽ ചെയ്യുന്നു. പക്ഷെ ചിലരെങ്ങനെയാണ് ചെയ്യുന്നത്? ദേ ആർ മിനിസ്റ്ററിങ് വിത്ത് എൻവി ആൻഡ് സ്ട്രൈഫ് എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഒരു ജലസി. പൗലോസ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവനിപ്പം തൊട്ട് അകത്ത് കിടക്കുന്നു. ഒരു മത്സര ബുദ്ധിയോടുകൂടി അവനെ നിന്ദിച്ചുകൊണ്ട് പലവിധ ഗ്രൂപ്പിസം. നമുക്കറിയാം, അപ്പല്ലോസിൻ്റെ ഗ്രൂപ്പ്, പൗലോസിൻ്റെ ഗ്രൂപ്പ്, യേശുവിൻ്റെ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലുള്ള. അപ്പോൾ ചിലർ പ്രസംഗിക്കുന്നത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ചിലർ ശുശ്രൂഷിക്കുന്നതിൻ്റെ തുടക്കം അസൂയയും പിണക്കവും.
ഈ ശുശ്രൂഷയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ വ്യാപരിക്കുമോ? ചില പ്രസംഗങ്ങൾ ആത്മാവിലുള്ള പ്രസംഗങ്ങൾ ഒരിക്കലുമില്ല, നമ്മളെല്ലാം ആത്മാവിൽ ഐക്യപ്പെടുത്തത്തേ ഉള്ളൂ. ചില പ്രസംഗങ്ങളിൽ സഭയിൽ തന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. കാർഷികരുള്ള ഗ്രൂപ്പും അല്ലാത്തവരുടെ ഗ്രൂപ്പും ആയിരിക്കും, ജ്ഞാനമുള്ളവരുടെ ഗ്രൂപ്പും അല്ലാത്തവരുടെ ഗ്രൂപ്പും ആയിരിക്കും, പല പല കൾച്ചറിലുള്ളവരുടെ ഗ്രൂപ്പ് വ്യത്യാസങ്ങളായിരിക്കും, പല ദേശത്തിലുള്ളവരുടെ ഗ്രൂപ്പ് വ്യത്യാസങ്ങളായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അന്നത്തെ കാലത്ത് തന്നെ പിശാചി പരിപാടി തുടങ്ങിയത്. അപ്പല്ലോസിൻ്റെ ഗ്രൂപ്പ്, പൗലോസിൻ്റെ ഗ്രൂപ്പ്, ആ ദൈവദാസൻ പ്രസംഗിക്കുന്ന ഒന്ന് കൊടുത്താൽ അല്ലെ മറ്റേ ദൈവദാസൻ പ്രസംഗിക്കുന്ന. അപ്പോൾ ദൈവദാസന്മാരുടെ ഫാൻസ് അസോസിയേഷൻ ഗ്രൂപ്പ് എന്നൊക്കെയുള്ള പോലെ. അപ്പം ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ, അതുകൊണ്ട് അവിടെ അവൻ്റെ ഈ ഗ്രൂപ്പുകൾ തമ്മിൽ എന്തു ചെയ്യും? മത്സരം ഉണ്ടാക്കും. ഞാൻ പണ്ട് നിങ്ങളോട് ഓർപ്പിച്ച ഒന്നുകൂടെ ഞാനൊന്ന് പറയുക. ഒരു ഉപവാസപ്രാർത്ഥനയ്ക്ക് ഞാൻ പോയതാണ്, എന്നെയും വിളിച്ചതാണ്. ഞാനവിടെ സ്റ്റേജിലിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന സമയത്ത്, ആ സദസ്സിലിരിക്കുന്ന സമയത്ത്, അവിടുത്തെ ശുശ്രൂഷ മെയിൻ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന എറണാകുളത്തെ ഒരു വലിയ ദൈവദാസനാണ്. ആ ദൈവദാസൻ അവിടുന്ന് പറയുക, നിങ്ങളൊരു ഇതിൽ വന്നിട്ട് ലക്ഷറി കാറിൽ അങ്ങോട്ട് വന്ന് ഇറങ്ങണം, നിങ്ങളുടെ കതവ് തുറക്കണം, നിങ്ങളങ്ങോട്ട് കാല് വെക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടു സഹോദരൻ അസൂയപ്പെടണം. നമുക്ക് ദൈവം ഓരോ വണ്ടികൾ തരും, ഓരോ വീടുകൾ തരും, ഓരോ ജോലികൾ തരും. അതൊക്കെ കർത്താവിന് നീതി തന്നെന്നിരിക്കും, എടുത്തെന്നിരിക്കും. അതൊക്കെ ദൈവത്തിൻ്റെ കാര്യം. പക്ഷേ ആ പ്രസംഗത്തിൻ്റെ അകത്തുള്ള മോട്ടീവ് താൻ അറിയാതെ പിശാച് അവിടെ എന്തുവാ ഇടുന്നത്? സഭയ്ക്കകത്ത് പല ഗ്രൂപ്പുകളാക്കിയില്ലേ? അസൂയ. സഹോദരൻ നിന്നെ കണ്ട് അസൂയപ്പെടണം. അയ്യോ, ബൈബിൾ എന്തുവാ പറയുന്നത്? നമുക്കുള്ളത് എല്ലാവരുടെയുമാണ് ഇല്ലേ? സ്തോത്രം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സൂക്ഷിപ്പുകാരാ മാത്രം എന്ന് ബൈബിൾ പറയും. പക്ഷേ സ്തോത്രം, ഈ ദൈവദാസൻ എന്ത് ചെയ്തു? ഞാൻ അന്ന് എന്നെ പകുതിക്കിട്ട് ഞാൻ ഇറങ്ങിപ്പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. തീർന്നിട്ട് ഞാൻ പോയി. പിന്നെ ഒത്തിരി വട്ടം എന്നെ വിളിച്ചു. ഞാൻ പിന്നീട് അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഇതുപോലുള്ള പ്രസംഗങ്ങൾ, അതിനൊക്കെ ആമേൻ പറയാൻ ആൾക്കാരുണ്ടായിരുന്നു. അത് കയറ്റിപ്പിടിച്ച് ഞാൻ പറഞ്ഞ സഹോദരിമാരുടെ സൈഡിൽ നിന്നൊക്കെ ഞാൻ നോക്കിയപ്പോൾ വലിയൊരു കൂട്ടമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് ഒരു ഓളം ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്, ഒരു ശബ്ദത്തിൻ്റെ വലിയൊരു കൂവൽ പോലൊരു. കാരണം അവരെല്ലാം അത് ഏറ്റുപിടിച്ചു. ഞങ്ങളെല്ലാം അങ്ങോട്ട് വലിയ നിലയിലായിട്ട് കൂട്ടു സഹോദരനെ അസൂയപ്പെടുത്തും. അത് വചനത്തിൻ്റെ പ്രമാണമാണോ ദൈവമക്കളെ? ഒരു മത്സരം ഇടുവല്ലേ? അപ്പോൾ ഇവിടെ താനിതാ പറയുന്നത്, ചിലർ ശുശ്രൂഷിക്കുന്നത് അസൂയാലും പിണക്കത്താലും, ചിലർ മാത്രമേ ഉള്ളൂ നല്ല മനസ്സോടുകൂടി അപ്പോൾ ഈ ശുശ്രൂഷകർക്ക് എന്ത് വേണം? വചനം അറിഞ്ഞാൽ പോരാ, നല്ല വാഗ്മിയായാൽ പോരാ, ശുശ്രൂഷകർക്ക് തിയോളജിക്കൽ ഡോക്ടറേറ്റ് ഉണ്ടായാൽ പോരാ. ആദ്യം വേണ്ടത് എന്തോ? ശുശ്രൂഷകർക്ക് ഒരു നല്ല മനസ്സ്. നമ്മളൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, നല്ല സുവിശേഷകരായി നിൽക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ എല്ലാ സഹോദരങ്ങളെയും ഉൾക്കൊള്ളുവാൻ. പരിജ്ഞാനമുള്ളവർ കാണും, പരിജ്ഞാനില്ലാത്തവർ കാണും. പരിജ്ഞാനില്ലാത്തവർ അങ്ങനെ തന്നെ നിലനിന്നാൽ പോരാ. നമ്മളെല്ലാവരും ഞാനും നിങ്ങളും ഒക്കെ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവല്ലേ? പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ പണിതുകൊണ്ടിരിക്കുമല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ആയിരുന്നാൽ യു കാൻ കണ്ടിന്യൂ ലൈക്ക് ദാറ്റ്. വളർന്നേലേ പറ്റൂ. പക്ഷേ വി ആർ ഇൻ ദ പ്രോസസ്. സ്തോത്രം. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ ചിലർ സന്തോഷത്തോട് നല്ല ഹൃദയത്തോടു കൂടി എൻ്റെ കഷ്ടതയിൽ അവരൊക്കെ ശരിക്കും എനിക്കൊന്നുകൂടെ ആ മറ്റേ പിണക്കത്തിൽ ശുശ്രൂഷിക്കുന്ന ഒരു വിഷമം ഉണ്ടാക്കുന്നെങ്കിൽ എൻ്റെ സന്തോഷം കുറച്ച് പേരെങ്കിൽ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പൗലോസ് ആശ്വാസത്തിന് പറയുന്ന ഒരു വാക്യം, അടുത്ത വാക്യം, മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. നിർമ്മലതയോടല്ല അവർ പ്രസംഗിക്കുന്നത്. എങ്ങനാ ദൈവമക്കളെ? അങ്ങനെ പ്രസംഗിക്കുന്നവരും ഉണ്ടെന്ന് ബൈബിൾ പറയുന്നു. ശാഠ്യത്താൽ പ്രസംഗിക്കുക. ഓരോ കാര്യങ്ങൾ അവരെ സന്തോഷിപ്പിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ അല്ലേലും ജനത്തെ അടിച്ചേൽപ്പിക്കുവാനും ഒക്കെ നിർമ്മലതയോടല്ല ശാഠ്യത്താൽ പ്രസംഗിക്കുന്നവരും ഉണ്ട്. എന്നിട്ട് പൗലോസ് പിന്നെ ആശ്വാസത്തിന് പറയുന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടേ, നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതുവിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. പൗലോസും സന്തോഷമുണ്ട്, എനിക്ക് അത്രയും സന്തോഷമില്ല. എന്തായാലും പൗലോസ് പറഞ്ഞു, എന്തായാലും അവരെന്ത് ചെയ്യുന്നുണ്ട്? ക്രിസ്തുവിനെ അല്ലേ പ്രസംഗിക്കേണ്ടത്. ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ക്രിസ്തുവിനെ നിർമ്മല മനസ്സോടുകൂടി തന്നെ പ്രസംഗിക്കണം. അല്ലാതൊക്കെ പ്രസംഗിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. തെറ്റായ കാര്യങ്ങൾ ഇട്ടിട്ട് അതാ പ്രോമിസസ് എന്ന് പറഞ്ഞിട്ട് തെറ്റായി പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി പേരെ ഒരു ദൈവദാസൻ ഒരു കാര്യം ഇങ്ങനെ ആ വചനം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരെ മാറ്റിക്കളയുവാൻ ഒരു ദൈവദാസനാണ്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. കൊയ്ത്ത് വളരെ ഉണ്ട്. ആദ്യം നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹം കാണിച്ചു കൊടുക്കണം. നമുക്കൊരു പ്രമാണത്തിൻ്റെ അതിരുണ്ട്, നമുക്കൊരു വേർപാടിൻ്റെ അതിരുണ്ട്, അത് വിട്ടുപോകുവാൻ കഴിയത്തില്ല. പക്ഷേ സ്നേഹം, പ്രൈസ് ലോർഡ്, അവരുടെ കൂടോത്രം നമുക്ക് ഫലിക്കുമെങ്കിൽ
എന്തിനാ പിന്നെ ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുന്നത് മക്കളെ? എന്തിനാ യേശുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞ് പാടുന്നത്? അതുകൊണ്ട് നമ്മൾ അവരുടെ കൂടത്തിന് ശക്തി ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അവർക്കത് പ്രാക്ടീസസ് ഒക്കെ കാണും, അത് അവരുടെ കയ്യിലിരുന്നോട്ടെ. അത് ഇസ്രയേലിനെ, ദൈവമക്കളെ ബാധിക്കത്തില്ലെന്ന് വചനത്തിൽ പ്രമാണമുള്ളപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ മുദ്ര പ്രാപിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കണമെന്നേ. എന്നിട്ട് അവരുടെ ആ അന്യാരാധന ശക്തിയെ ശാസിച്ച് ബന്ധിച്ച് ആ ബലമാനെ പിടിച്ച് കെട്ടിയിട്ട്, ആ ജിന്നിനെ പിടിച്ച് കെട്ടിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ആൾക്കാരെ എന്ത് ചെയ്യണം? ആ ശക്തിയിൽ നിന്ന് ആൾക്കാരെ ക്രിസ്തുവിൻ്റെ സന്ധിയിൽ കൊണ്ടുവരണം. അവരൊക്കെ വന്നു കഴിഞ്ഞാൽ തീവ്രവാദികളെ പോലെ നിന്നോളും. കാര്യം കൊച്ചിലെ തൊട്ട് അവരുടെ പ്രമാണം അങ്ങനെ, കർത്താവിന് വേണ്ടി മരിക്കാനാണ് അവരുടെ പ്രമാണം. മുജാഹിദീൻ എന്നൊക്കെ അവർ പറഞ്ഞു, സോൾജേഴ്സ് ഓഫ് ഗോഡ് എന്ന് അവർ പറയുന്നത്. അപ്പം ഈ ദിവസങ്ങൾ അനേക ദൈവസന്ധിയിൽ വരട്ടെ. അതൊരു നമ്മൾ ദൈവമക്കൾ തീരെ കോൺസെൻട്രേറ്റ് ചെയ്യാത്തൊരു കമ്മ്യൂണിറ്റിയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ കുറേ നാളായിട്ട് എനിക്കൊന്ന് 1-2 വർഷമായിട്ട് ശക്തമായിട്ട് ആ വിഷയത്തിൽ ഇടപെടുന്ന ഒത്തിരി അവസരങ്ങൾ എനിക്ക് തരുന്ന അവസരങ്ങളൊക്കെ കൃപയാൽ ഞാൻ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നമുക്കെല്ലാം ഈ ദിവസങ്ങൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നത്, നമ്മുടെ അടുത്ത് താമസിക്കുന്നത്, അവരുടെ ശക്തി ഒന്ന് ഏക്കാതിരിക്കാനാണ് നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നത്. സ്തോത്രം. അവരുടെ ശക്തിയെ കാലിൻ്റെ കീഴിലാക്കുവാനുള്ള അഭിഷേകം ഈ ദിവസങ്ങൾ പ്രാപിക്കാം. അനേക ദൈവസന്ധിയിൽ വരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സന്ധിയിൽ. ഇവിടെ നമ്മൾ കണ്ടു. 19ാമത്തെ വാക്യം വായിച്ച്, നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും ബൈ ദ സപ്ലൈ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എഴുതിയിരിക്കുന്ന ഐ വിൽ ഗെറ്റ് എ ഡെലിവറൻസ്. പരിശുദ്ധാത്മാവ് എനിക്ക് ഒരു വിടുതൽ തരും. 20 വായിച്ചിട്ട് നിർത്താം. അടുത്ത ആഴ്ച നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെല്ലാം. ഞാൻ ഒന്നിനും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുത്തി. സാത്താൻ എന്നെ ലജ്ജിപ്പിച്ച് കളയുവാൻ സാത്താൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ എന്നെ ആത്മീയമായിട്ട് ക്ഷീണിപ്പിക്കുവാൻ, എന്നെ ലജ്ജിപ്പിക്കുവാൻ, എന്നെ തളർത്തി കളയുവാൻ. ഇതൊന്നും എന്നെ ഏക്കത്തില്ല. കാരണം കർത്താവിനോട് ചേർന്നാണ് നിൽക്കുന്നത്. പ്രൈസ്. നിങ്ങൾ കർത്താവിൻ്റെ കരം വിട്ടിട്ട് അല്പനാളത്തെ കുറച്ച് വിഷയങ്ങളിലേക്ക് ലോകത്തിൻ്റെ ഇരുട്ടിലേക്ക് ഒന്ന് ഇറങ്ങിയാൽ അവിടെ സാത്താൻ നിന്നെ അറ്റാക്ക് ചെയ്യും. പക്ഷെ കർത്താവിനോട് ചേർന്ന് നിന്നാൽ ഇതൊന്നും ഐ വിൽ നോട്ട് ബി അഷെയിംഡ്. ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. എത്ര വ്യക്തമായിട്ടാണ് തനിക്ക് പറയാൻ പറ്റുന്നത്? ഞാൻ ലജ്ജിച്ചു പോകത്തില്ലെന്നേ. സ്തോത്രം. യേശു എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ജീവനാകട്ടെ മരണമാകട്ടെ, ഐ ഡോണ്ട് കെയർ. ഈ ജയിലിൽ നിന്ന് നിങ്ങൾ ഇറങ്ങാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ശുശ്രൂഷിക്കും. അതുപോലെ തന്നെ താൻ ശുശ്രൂഷിച്ചു. താൻ ഇറങ്ങി, താൻ ശുശ്രൂഷിച്ചു. അവസാനം പിന്നെയും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവസാനം ജയിലിട്ടതാണ് തിമോത്തിയോസിൻ്റെ ലേഖനം താൻ 1-2 ഒക്കെ നമുക്കറിയാം. ഇറങ്ങാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ല, ഇവിടെ വെച്ച് എൻ്റെ മരണമാണോ? നിരാശപ്പെടത്തില്ല. ജയിലിൽ കിടക്കുക, തൂക്കിന് വിധിച്ചിരിക്കുക. നമുക്ക് മനസ്സിലാക്കേണ്ട ഭാഷയിൽ പറഞ്ഞാൽ റോമൻ ചക്രവർത്തിയുടെ നിയമം തെറ്റിച്ച് ആ മനുഷ്യനെ അല്ല ക്രിസ്തുവിനെ ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ താൻ എവിടെ കിടക്കുക? ജയിലിൽ കിടക്കുക. സെൻറ്റൻസ് ടു ഡെത്ത്, മരണത്തിന് വിധിച്ചിരിക്കുക. നിരാശപ്പെടാനുള്ള എല്ലാ കാര്യവുമില്ല. ഇന്നോ നാളെയോ എന്നെ തൂക്കിലേക്കും, ഇന്നോ നാളെയോ എന്നെ ക്രൂശിലേക്കും, എന്നെ കൊന്നുകളയും. എന്താ സന്തോഷിക്കാനുള്ളത്? ലോകത്തിൽ ഒരു ഇച്ചിരിയൊക്കെ എന്തെങ്കിലും ഒന്ന് പ്രത്യാശയില്ലാതെ എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ എഴുതിയേക്കുന്ന ഐ വിൽ നോട്ട് ബി അഷെയിംഡ്. കളിയാക്കുന്നവരവിടെ നിന്നിക്കട്ടെന്നേ. എനിക്ക് ദൈവസന്ധിയിൽ ഒരു നല്ല പ്രാഗൽഭ്യമുണ്ട്. നമ്മൾ എപ്പോഴും ഓർത്തോണം, എനിക്ക് ദൈവസന്ധിയിൽ ഒരു നല്ല പ്രാഗൽഭ്യമുണ്ടോ ഇല്ലയോ? ആം ഐ ബീങ് അപ്രൂവ്ഡ് ബൈ ഗോഡ്? സ്തോത്രം. ദൈവം എന്നെ സ്വീകരിക്കുന്നുണ്ടോ? കർത്താവ് പറയുന്നത് ഞാൻ അതുപോലെ കേൾക്കുന്നുണ്ടോ? ഞാൻ ദൈവത്തിന് പൂർണ്ണ പ്രസാദമായിട്ട് നിൽക്കുന്നുണ്ടോ? എന്നിൽ നിന്നൊരു സാക്ഷ്യക്കേട് വരാതെ പരിശുദ്ധാത്മാവിൻ്റെ ആ നിയന്ത്രണത്തിലാണോ ഞാൻ പോകുന്നത്? ആൾക്കാർ കൂടെ നിന്നാലും ഇല്ലേലും, കുടുംബമായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, ദേശമായിക്കോട്ടെ, ജോലി പോയാലും വിഷയമല്ലെന്നേ. എന്നെ പോറ്റിക്കോളാം എൻ്റെ കമ്പനി അല്ലല്ലോ ഏറ്റേക്കുന്നത്. എന്നെ പോറ്റിക്കോളാം എന്ന് ക്രിസ്തു അല്ലേ ഏറ്റേക്കുന്നത്. എനിക്ക് സൗഖ്യം തരുന്നത് കർത്താവല്ലെന്ന്. എൻ്റെ പ്രൊവിഡൻസ്, എൻ്റെ പ്രൊവൈഡർ ആരാ? കർത്താവാ. സ്തോത്രം. അതെല്ലാം കർത്താവ് നോക്കിക്കോളും. ആ ഒരു നിശ്ചയവും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാളുടെ ജീവിതത്തിന് പിശാചിനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പറ്റുമോ ദൈവമക്കളെ? ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അങ്ങനെ കൃപയാൽ നിൽക്കുവാൻ നമ്മളൊക്കെ ഇപ്പോൾ സഭായോഗത്തിലായിരിക്കുന്നത് നല്ല ബലമാണ്, നല്ല കൃപയിലാണ്. ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ പലപ്പോഴും പല സഹോദരങ്ങളെ ശനിയാഴ്ച വിളിക്കുമ്പോഴത്തേക്ക് എക്സോസ്റ്റഡായി. ആരും കുറ്റം പറയുമല്ല, ജോലിഭാരം കൂടുതല, കുടുംബഭാരം കൂടുതല, എക്സോസ്റ്റഡായി. സ്വത്രം. അങ്ങനെ ആയി തീരല്ലേ? എല്ലാ ദിവസവും ദൈവസന്ധിയിൽ നിന്ന് ഒരു റീചാർജ് പ്രാപിക്കുവാൻ കൂടുതൽ സമയം ചെലവഴിക്കാം. സമയം ഓരോന്നിനും വേർതിരിക്കുവാൻ കർത്താവ് സഹായിക്കും. നമ്മുടെ സമയങ്ങളൊന്നും പാഴാക്കി കളയല്ലേ. നമ്മൾ ഒത്തിരി നമ്മുടെ സമയങ്ങൾ പാഴാക്കി കളയുന്നു. നിങ്ങൾ പറയും പാഴാക്കുന്നൊന്നുമില്ല, ഞാൻ ലോകത്തിന് വേണ്ടി ഓടുവല്ലേ, കുടുംബത്തിന് വേണ്ടി ഓടുവല്ലേ.
ഞാനതിന് ആത്മാവിൽ അങ്ങനെ പറയത്തുള്ളൂ. കർത്താവിന് വേണ്ടി ചിലവാക്കാത്ത സമയങ്ങൾ, സ്തോത്രം, ഒത്തിരി. ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ അതിനെ ആ ടൈം മാനേജ്മെൻറ്റ് ഒന്ന് ഓരോ ഓപ്പർച്യൂണിറ്റി അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിക്കുന്നേ. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, ഒത്തിരി അവസരങ്ങൾ കർത്താവ് തരുന്നത്. ചുമ്മാ അതിങ്ങനെ രാവിലെ ആഹാരം കഴിച്ചു, ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു, വൈകിട്ട് ആഹാരം കഴിച്ചു, കിടന്നുറങ്ങി. രാവിലെയും വൈകിട്ടും ഒരു കുടുംബ പ്രാർത്ഥനയുണ്ട്, ഉറങ്ങി. ഇതല്ല, മൃഗങ്ങളെപ്പോലുള്ള ജീവിതമല്ല ദൈവമക്കളെ. യുവർ കോളിംഗ് ഈസ് സോ ഗ്രേറ്റ്. അതിൻ്റെ ശ്രേഷ്ഠതയൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അടങ്ങിയിരിക്കത്തില്ല. പിന്നെ ഒരു മുസ്ലിമിനെയും വിടത്തില്ല, ഒരു ഹിന്ദുവിനെയും വിടത്തില്ല, ഒരു സമുദായക്കാരനെയും വിടത്തില്ല, എത്തിസ്റ്റിനെയും വിടത്തില്ല, നിരീശ്വരവാദിയും വിടത്തില്ല. സ്തോത്രം. ഓരോ കവലയും നമുക്ക് വേദിയാവും, ഓരോ ഭവനവും നമുക്ക് വേദിയാവും. ഫോക്കസ് കൊടുക്കേണ്ടതിന് ലോകത്തിൻ്റെ വിഷയങ്ങൾക്കല്ല ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടാം. ലെറ്റ് us be led by the Holy Spirit. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.